ഉച്ചയ്ക്കൊരു ഫിസിക്കൽ മീറ്റിങ്ങിന് ചേരാൻ പറ്റി. അതിൻ്റെ ഒരു ഊർജം ഉണ്ട്. പിന്നെ നമുക്കുള്ള വിഷയം എന്ന് പറയുന്നത് സുബോധത്തിൻ ഗ്രഹപ്രവേശം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. നമ്മളൊക്കെ സുബോധവാന്മാരാണ് എന്ന് പറയുന്ന സമയത്തും ഈ സുബോധം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹം പോലെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സുബോധാവസ്ഥ എത്രയിടം വരെ കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് സുബോധം നമ്മൾ മീറ്റിംഗ് ഹാളിൽ എത്തുമ്പം നമ്മൾ സുബോധവാന്മാരാണ് എന്നുള്ളത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സുബോധം നമ്മൾ വീടുകളിലേക്ക് എത്തുമ്പം അവിടെ എത്രത്തോളം ഇത് പ്രകടമാവുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ഒരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരു ആത്മവിമർശനം അവിടെ ആവശ്യമാണ്. എൻ്റെ സുബോധം എൻ്റെ കുടുംബത്തിനകത്തേക്ക് കടക്കുന്നുണ്ടോ? അത് ഉമ്മറപ്പടിയിൽ ഊരിവെച്ച ചെരുപ്പ് പോലെ ആകുന്നുണ്ടോ? അതിനുശേഷം ഈ സുബോധവാനായ അത്യാസക്തനാണോ വീടുകളിൽ പ്രവർത്തിക്കുന്നത്? ഇത് നമ്മളൊന്ന് ആഴത്തിൽ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ പെട്ട ഒന്നാണ്, നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആ പഴയ സ്വഭാവങ്ങളും പഴയ ജീവിത രീതികളും പഴയ മനോഭാവങ്ങളും വെച്ച് പുലർത്തുന്നുണ്ടോ എന്ന് ഒന്ന് സ്വയം ചോദിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല. അവിടെയാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. നമുക്ക് നമ്മളെ ലോകം മനസ്സിലാക്കുന്നുണ്ട്. സുബോധവാനായതിനു ശേഷം നമ്മൾ ചുറ്റുവട്ടം മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഏലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് വളരെ നെഞ്ചുയർത്തി നിന്ന് ചങ്കൂറ്റത്തോടു കൂടിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം പലപ്പോഴും ഇല്ലാതാകുന്നത് അവനവൻ്റെ വീട്ടിനകത്താണ്. ആ ഗ്രഹാന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എത്ര മാറിയ ഒരു സുബോധവാൻ എന്ന് സ്വയം വിളിക്കുന്ന ഒരാൾ പോലും പലപ്പോഴും അവിടെ അങ്ങനെ അല്ലാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ പഴയ രീതികളൊക്കെ തന്നെ ആവിഷ്കരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതൊന്ന് ആഴത്തിൽ പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ മനസ്സിലാക്കിയെന്നിരിക്കും, പക്ഷെ നമ്മളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതൊക്കെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള സഞ്ചാരം നമ്മളെ പ്രാപ്തരാക്കുന്നത്. അവനവനിലേക്ക് നോക്കാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. അവനവനിലേക്ക് ഉള്ളോട്ട് അകം നോക്കാനായിട്ടുള്ള ഒരു പ്രാപ്തി ലഭിക്കുന്നുണ്ട്. ആ അകം നോട്ടം തന്നെയാണ് നമ്മളുടെ ഈ പടികളിലൂടെ സാധ്യമാവുന്നത്. അപ്പം ഏലാണ് ഞാനൊക്കെ ഊറ്റം കൊള്ളുന്ന ഒരാളാണ്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആണ്. ഇപ്പോഴും ഞാൻ കുറച്ച് മുന്നേ അഭിസംബോധന ചെയ്തപ്പോഴും അല്പം അഭിമാനത്തോടു കൂടിയും അഹങ്കാരത്തോടും കൂടി പറഞ്ഞൊരു കാര്യം, ഞാൻ ഏലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഏലൂടെയുള്ള സഞ്ചാരം അത് ഏറ്റവും ഗുണപരമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഒരല്പം കൂടി, ഇപ്പോഴുള്ളതിനേക്കാളും ഒരല്പം കൂടി ശ്രദ്ധാലുവായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് കേട്ടും വായിച്ചും പ്രയോഗിച്ചും നമ്മൾ ശീലിക്കാൻ പഠിച്ചാൽ ബ്യൂട്ടിഫുള്ളായിട്ട് മനോഹരമായിട്ട് മാറുന്ന ഒരു ജീവിതമാണ് നമ്മൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. ആ മനോഹാരിത അനുഭവിക്കുമ്പോൾ മാത്രം മനസ്സിലാകുന്നൊരു കാര്യം, അത് അനുഭവത്തിലൂടെ മാത്രം മനസ്സിലാകുന്നൊരു കാര്യം. അതല്ലാതെ നമുക്കത് പെട്ടെന്നൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. നമ്മൾ ആർജിച്ചിട്ടുള്ള, നമ്മളിൽ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുബോധത്തിൻ്റെ ഈ മനോഹാരിത അതൊരിക്കൽ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എല്ലാ ഭംഗിയും മനസ്സിലാവും. പിന്നീട് നമ്മളത് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കും. ഇതെൻ്റെ കയ്യിൽ നിന്നും പോകരുത്, എനിക്ക് കൈമോശം വരാൻ പാടില്ല എന്നുള്ളൊരു ജാഗ്രത അവിടെ പ്രവർത്തിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ വിഷയാധിഷ്ഠിത മീറ്റിങ്ങുകളിലൂടെയൊക്കെ നമ്മളുടെയൊക്കെ തലയിലേക്ക് കയറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ. കാരണം ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഇതിനകത്തോടെ 2 തരത്തിൽ സഞ്ചരിക്കാം. ആൽക്കഹോളിക്സ് അനോണിമസിനകത്തോടെ നമ്മൾ അരികു പറ്റി സഞ്ചരിക്കാം, അതൊരു ഓപ്ഷനാണ്. ഇത് രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തോടെ കയറി നിൽക്കാം, അകത്തേക്ക് കയറി നിൽക്കാം. ഒരു വലിയൊരു സർക്കിളാണെന്ന് സങ്കല്പിച്ചു നോക്കുക. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ ഒരു വലിയൊരു സർക്കിളാണ്, ഒരു വട്ടം എന്നാണെങ്കിൽ ഇതിൻ്റെ അരികിലൂടെ സഞ്ചരിക്കുന്നത് വേറെ, ഇതിൻ്റെ നടുക്കെത്തുന്നത് വേറെ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അരികിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പുറത്തേക്ക് തെന്നിപ്പോകാനായിട്ടുള്ള അവസരങ്ങൾ കൂടും എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും അരികിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വട്ടത്തിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള അവസരങ്ങളാണ് കൂടുന്നത്. അതിനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും റിലാപ്സ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അതിനെ. അതല്ലാതെ തന്നെ മദ്യപിക്കാതെ തന്നെ ഇതിൻ്റെ പുറത്ത് പോകാം. അത് ഒരു ഡ്രൈ ഡ്രങ്ക് സ്റ്റേജിലേക്കൊക്കെ, നമ്മൾ വരണ്ട മദ്യപാനം എന്ന് വിളിക്കുന്ന സ്റ്റേജിലേക്കൊക്കെ പോവാം. പക്ഷേ നമ്മളിതിൻ്റെ ആൽക്കഹോളിക്സ് അനോണിമസ് ഒരുക്കി തന്നിട്ടുള്ള ഈ വട്ടത്തിൻ്റെ നടുക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യപ്പെട്ടതെങ്കിൽ നമുക്ക് അതൊരു സേഫ് സോണാണ്. നമുക്ക് അത്യാവശ്യം വേണ്ടത്, ഏറ്റവും അത്യാവശ്യം നമുക്ക് വേണ്ടത് നമ്മുടെ സുബോധാവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. സുബോധാവസ്ഥ കയ്യിൽ വന്നിട്ടുണ്ട്. ഈ കയ്യിൽ കിട്ടിയിട്ടുള്ള സുബോധാവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ മീറ്റിംഗ് മുടക്കാതെ നിൽക്കുന്നു, കഴിയാവുന്ന എല്ലാ പരിപാടികൾക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, നമ്മൾ ഏടെ ലിറ്ററേച്ചർ നമ്മളാൽ കഴിയുന്ന രീതിയിലെല്ലാം വായിക്കുന്നു, നമുക്ക് സ്പോൺസറോട് സംശയങ്ങൾ ചോദിക്കുന്നു, പഴമക്കാരോട് നമ്മൾ നമ്മുടെ എല്ലാവിധ ആശങ്കകളും നമ്മളെ എല്ലാവിധ വ്യാകുലതകളും പങ്കുവയ്ക്കുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, പ്രയോഗത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്ത് പറഞ്ഞു തന്നിട്ടുള്ള പടികൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന സമയത്താണ് ഞാൻ സുബോധവാൻ എന്ന് എനിക്ക് എന്നെ ധൈര്യപൂർവ്വം വിളിക്കാൻ പറ്റുന്നത്. ഞാൻ റിക്കവേർഡ് ആൽക്കഹോളിക് ആണെന്ന് പറയാൻ പറ്റുന്നത്. അതായത് മുന്നോട്ട് വെച്ചിട്ടുള്ള 2 ഓപ്ഷൻസ്, ഒന്ന് ഫെലോഷിപ്പും ഉണ്ട് നമ്മളെ കയ്യിൽ. അതായത് നമ്മൾ കൂട്ടായ്മ, അത് ഫെലോഷിപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പടികളുണ്ട്, ഫെലോഷിപ്പും പ്രോഗ്രാമും എന്നാണ് നമ്മളതിന് പറയുന്നത്. ഇത് പലർക്കും അറിയുന്നതായിരിക്കും, എന്നാലും പുതിയ ആൾക്കാർ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ അറിവിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുന്നതെന്നേ ഉള്ളൂ. അപ്പം ഫെലോഷിപ്പും പ്രോഗ്രാമും, നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ പരിപാടികളും, ഇത് ഒരുമിച്ച് കൊണ്ടു നടക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റിക്കവേർഡ് ആവും എന്നുള്ളത് തന്നെയാണ്. മോചനം എന്ന് പറയുന്ന ആ അവസ്ഥ, മദ്യാസക്തി എന്ന് പറയുന്ന മാറാരോഗത്തിൽ നിന്നും നമുക്ക് ഒരു വിടുതൽ ലഭിക്കാനായിട്ടാണ് ഇത് രണ്ടും വേണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ സുബോധം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുടിക്കാതിരിക്കൽ മാത്രമല്ല, അതൊരു ഫിസിക്കൽ, ശാരീരികമായൊരു സുബോധാവസ്ഥ മാത്രമാണ്. സുബോധം എന്നുള്ള ആ വലിയ വ്യാപ്തിയുള്ള ഒരു വാക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ശാരീരികമായ സുബോധം എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ കിട്ടേണ്ടത്, നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് മാനസികമായൊരു സുബോധം വേണം, വൈകാരികമായൊരു സുബോധം വേണം, ആത്മീയമായൊരു സുബോധം വേണം. അങ്ങനെ പല മേഖലകളിലും സുബോധം ആർജിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ
ശാരീരികമായിട്ട് മാത്രം ലഭിക്കുന്ന സുബോധം വെച്ചുകൊണ്ട് ഞാൻ എയിലൂടെ സുബോധവാനായി സഞ്ചരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ പ്രാപ്തരല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ കൂടെ നടക്കുന്ന കാര്യം. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എൻ്റെ സുബോധാവസ്ഥ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെ? എൻ്റെ സുബോധാവസ്ഥ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എങ്ങനെ? എൻ്റെ ജീവിതത്തിന് ഒരു ഭംഗി ഉണ്ടാക്കി തരുന്നത് എങ്ങനെ? അതാണ്. അപ്പൊ സുബോധം നമ്മളെ കുടുംബങ്ങളിലേക്ക് കയറി വന്നു കഴിയുമ്പം 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, സുബോധം നമ്മുടെ കുടുംബത്തെ ഭംഗിയുള്ളതാക്കുന്നു, മനോഹരമാക്കി മാറ്റുന്നു. അതാണ് ഒരു കാര്യം. ഇതിൻ്റെ ഒരു മറുപുറം കൂടിയുണ്ട്. സുബോധം നമ്മുടെ കുടുംബത്തെ ഭംഗിയുള്ളതാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുടുംബം സുബോധത്തെയും ഭംഗിയുള്ളതാക്കുന്നു. അത് ഒരു കൊടുക്കൽ വാങ്ങൽ കാര്യമാണ്. ഒരേ സമയത്ത് സുബോധം കുടുംബത്തെ ഭംഗിയാക്കുമ്പം കുടുംബം സുബോധത്തെയും ഭംഗിയാക്കുന്നു. ഈ ഭംഗി, ഈ ബ്യൂട്ടി, ഈ മനോഹാരിത സുബോധത്തിനും കുടുംബത്തിനും അത്യാവശ്യമുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മളിന്ന് ആ വിഷയത്തിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു താക്കോൽ പഴുത് ഇങ്ങനെ കരുതിയാൽ മതി. ഇത് രണ്ടിനും ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും, കുടുംബവും സുബോധവും എന്ന് പറയുന്നത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടും തലോടിയും നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. അപ്പം ഈ ഭംഗി എന്ന് ഞാൻ ഉദ്ദേശിച്ച ഈ മനോഹാരിത എന്ന് ഉദ്ദേശിക്കുന്നത്, സുബോധത്തിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മനോഹാരിത എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പല പല ഘട്ടങ്ങളായിട്ട് അതിലൂടെ കടന്നു പോവാം. തുടക്കം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു നോട്ടം എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ മദ്യപാനമൊക്കെ നിർത്തി എയിലൂടെ സഞ്ചാരം തുടങ്ങി ആ സമയത്ത് നമ്മളെപ്പോഴും ഒരു നോട്ടം, ഒരു ഗെയ്സ് അത് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു പരിശോധന എന്നുള്ള നിലയിൽ ഒരു നോട്ടം. നമ്മൾ ഓരോ ദിവസവും എന്തുമാത്രം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മാറുന്നില്ല എന്നുള്ളതിനെല്ലാം ഈ നോട്ടങ്ങൾ, ഈ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പം നോട്ടം എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നും രാവിലെ ഒന്ന് കണ്ണാടിയിലൊന്ന് സ്വയം ഒന്ന് നോക്കുക. ഇന്നലെ കണ്ട ഞാനാണോ ഇന്ന് കണ്ണാടിയിൽ ഒരു പ്രതിബിംബമായി നിൽക്കുന്നത് എന്ന് ഒന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കിക്കാണുക. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെൻ്റെ നല്ല നടപ്പിൻ്റെ ഒരു റിവാർഡല്ലേ എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടല്ലേ ഈ കണ്ണാടിയിൽ ഇന്നലത്തെക്കാളും നല്ല മുഖമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പം എന്നെ ട്രീറ്റ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മെന എന്നുള്ളൊരു വാക്ക്. അത് ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ കോഴിക്കോട്ടുകാരനാണ്, ഞങ്ങൾക്കിവിടെ ഈ മെന എന്നുള്ള വാക്കൊന്നും ആരും ഉപയോഗിച്ച് കാണാറില്ല. തെക്കോട്ടൊക്കെയാണ് ഈ മെന വരുന്നത്. എടാ കുറച്ച് മെനയിലൊക്കെ നടക്കടാന്ന് പറയും. അപ്പോൾ ഒരു കാലത്ത് എനിക്ക് ഒരുപാട് മുടി നീട്ടിയിരുന്നു ഞാൻ. അപ്പോൾ എപ്പോഴും എന്നോട് പറയും, നീ ഇതിനകത്തൊക്കെ കയറിയിട്ട് ഇപ്പോൾ കുറേ ആയില്ലേ, നീ ആ മുടിയൊക്കെ വെട്ടിയിട്ടൊന്ന് വൃത്തിയിലും മെനയ്ക്കുമൊക്കെ നടക്കടാന്ന് പറയും. ഇത് ഞാൻ കണ്ണാടിയിൽ നോക്കി കാണുന്ന ആ പ്രതിബിംബത്തിൻ്റെ ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ അതൊക്കെ കേട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ പണ്ട് കുടിച്ചു നടന്ന കാലത്തും ഇതുപോലെ നീണ്ട മുടിയൊക്കെ ഉണ്ടായിരുന്നു. കുടി നിർത്തിയിട്ട് കുറേ കാലമായിട്ടും മുടി ഒന്നും വെട്ടാനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വേറൊന്നുമല്ല, അതൊരു ബ്രാൻഡാക്കി മാറിപ്പോയോ എന്താണെന്നറിയില്ല. അതെനിക്ക് ഇഷ്ടമായിരുന്നു, ആ നീണ്ട മുടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ പിന്നീടാണ് അതിനകത്തൊരു ആലസ്യം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. കാരണം സ്വന്തം ശരീരം ഒന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരു കാലം
കഴിഞ്ഞു. ഇപ്പോൾ ഓരോ കാര്യവും അവനവൻ്റെ ഓരോ കാര്യങ്ങളും നല്ല നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു കാലത്ത്, അങ്ങനെ ഉള്ള നടത്തിപ്പ് ഉള്ള ഒരു കാലത്ത് ഈ പറഞ്ഞ നീണ്ട മുടിയും ഒക്കെ ആയിട്ടൊരു പ്രാകൃത രൂപം, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രായമാവാൻ തുടങ്ങുമ്പോൾ മുടിയെല്ലാം കഷണ്ടി ആവാനൊക്കെ തുടങ്ങിയപ്പം അതൊരു വൃത്തികേടായിട്ട് മാറി. നല്ല ഉള്ളുള്ള മുടിയായിരുന്നപ്പം ഭംഗിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെ കൂടെ ഒരു തേക്കോലം പോലെയൊക്കെ തോന്നി. അങ്ങനെ മുടി വെട്ടിക്കളഞ്ഞു. ആ അപ്പോൾ അതിനുശേഷം ചെന്നപ്പോൾ ഇപ്പം നിന്നെ കാണാൻ ഒരു മെനയൊക്കെ ഉണ്ട്. അപ്പോഴും ആ മെന അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് കണ്ണാടിയിൽ സ്വയം നോക്കുമ്പം ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ നമ്മുടെ നോട്ടം എറിയാൻ പറ്റിയ മറ്റൊരു മേഖല, വിവാഹിതരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരവരുടെ ഭാര്യമാരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. സുബോധവാനായി കഴിഞ്ഞ ശേഷം ഭാര്യമാരിലുണ്ടാവുന്ന ആ ഒരു മാറ്റങ്ങൾ, അവരുടെ രൂപമാറ്റം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ നോട്ടത്തിൽ അവരുടെ ആ രൂപത്തിലുണ്ടാകുന്ന മാറ്റം മുമ്പത്തേക്കാൾ കൂടുതൽ അവർ സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നി തുടങ്ങും. ഇതും നമുക്കൊരു കോംപ്ലിമെൻ്റ് ആണ്. ഇത് ഞാൻ കാരണം അല്ല, ആക്ച്വലി ഇത് എൻ്റെ സുബോധം ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ്. അവരിൽ എൻ്റെ സുബോധാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന, രൂപീകരിച്ചെടുക്കുന്ന ആ ഒരു നല്ല ഒരു മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണത്. അവരുടെ ലുക്കാകെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേത് എനിക്കിപ്പോഴും അറിയാം, ഒരു പഴമക്കാരൻ വളരെ ഞാനൊക്കെ വന്ന ഇടയ്ക്ക് എനിക്കൊക്കെ ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം എന്തോരം ഞങ്ങളൊരു ചായ കുടിച്ച് ഇരിക്കുന്ന സമയത്ത് പുള്ളി പേഴ്സ് എടുത്തിട്ട് പൈസ കൊടുക്കാൻ പോയപ്പോൾ പേഴ്സിനകത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നോ കാണട്ടെ 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 എന്ന് പറഞ്ഞു. അത് നോക്കിയപ്പം അതൊരു പേക്കോലം പിടിച്ചൊരു ഫോട്ടോ. കാരണം അവരെ ഞാൻ കണ്ടത് കാണുമ്പോൾ അവർ നല്ല ഭംഗിയുള്ളൊരു സ്ത്രീയാണ്. പക്ഷെ ഈ പേഴ്സിനകത്ത്, ഇദ്ദേഹത്തിൻ്റെ പേഴ്സിനകത്ത് ഇരിക്കുന്ന ഫോട്ടോ ഒരു പേക്കോലം പിടിച്ചൊരു ഫോട്ടോ. ഒന്നിനും കാണാൻ ഒരു ഭംഗിയില്ലാത്ത ആദ്യ കയറിയ ഒരു ലുക്കൊക്കെ ആയിട്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇത് ഇങ്ങനെയാ, ഇതെന്താ? അത് ഞാൻ അവിടെ നിന്ന് മാറ്റൂല. അതെനിക്ക് എന്നെ സ്വയം എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണത്. ഞാൻ കുടിച്ച് നടന്നപ്പം എൻ്റെ ഭാര്യ ഇങ്ങനെയായിരുന്നു. അത് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ഒരു ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴവള് നീ കണ്ടിട്ടില്ലേ, ഇപ്പം എങ്ങനെയാണോ, എന്ത് ഭംഗിയുണ്ട് അവളെ കാണാൻ. അപ്പം ഇങ്ങനെ ആയി മാറും വീണ്ടും ഇനി ഞാൻ അടുത്ത കുടിയിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പം അതിനുള്ള ഒരു എന്താ പറയുക, കോഷൻ അങ്ങനെയുണ്ടല്ലോ, നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ നടക്കുന്നത്. അതൊരു വിചിത്രമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതിനകത്തൊരു യുക്തിയുണ്ട് എന്നുള്ളതാണ്. ഞാനിനി അടുത്ത മദ്യപാനത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയുടെ ഏറ്റവും അഴക് കുറഞ്ഞ ഒരു ഫോട്ടോ കൊണ്ടാ നടക്കുക. ഇനി ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഇവളുടെ കോലം ഇതുപോലെ ആവും. ഇപ്പോഴവളും കാണാനൊക്കെ ഭംഗി വെച്ചു. ഇതുപോലെ തന്നെ അടുത്ത നോട്ടം നമ്മുടെ മക്കളെ ഒന്ന് നോക്കുക. സുബോധവാനായ ഒരു മദ്യാസക്തന് അവരവരുടെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഞാൻ എൻ്റെ കുടി നിർത്തി തിരിച്ച് ആശുപത്രി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ മോള്, എനിക്കൊരു മോളാണ്, അവളെ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. ഇത് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവാത്തതാണ്. കാരണം അവൾ ജനിച്ച നാൾ മുതൽ ഞാൻ കുടിച്ച് നടക്കുന്ന ഒരാളാണ്. ഞാൻ അവളെ വളർന്നു വന്നതൊന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. കാര്യം രാവിലെ ഞാൻ പോവും, വൈകിട്ടേ കയറി വരിക, രാത്രി പാതിരാത്രിക്ക് കയറി വരിക. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം മകളുമായിട്ട് ഒരു സല്ലാപോ ഒരു സംസാരമോ ഒന്നും ഉണ്ടാവാറില്ല. ആദ്യകാലത്തൊക്കെ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നെ. പിന്നെ അത് അവള് തന്നെ പറഞ്ഞ കേട്ടോ, ഇതൊക്കെ പിന്നീട് അവള് തന്നെ പറഞ്ഞ. പിന്നീട് ആ പേടി എന്നുള്ളത് അവൾക്ക് ഒരു പുച്ഛമായിട്ട് മാറി. അത് കുറച്ചും കൂടെ ഒരു 10-14 വയസ്സൊക്കെ ആയ സമയത്ത്, അവള് വലിയ കുട്ടിയായ സമയത്തൊക്കെ അവൾക്ക് ആ പുച്ഛം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് വെറുപ്പായിട്ട് മാറി.
ഞാൻ കുടി നിർത്തിയതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ ഒരു അച്ഛനും മകളും എങ്ങനെയൊക്കെ ആയിരിക്കണം ബന്ധം എന്നുള്ളത് ഞാനും മനസ്സിലാക്കാൻ തുടങ്ങിയത്, മോളും മനസ്സിലാക്കാൻ തുടങ്ങിയത്. കുടുംബത്തിൻ്റെ ഒരു കെമിസ്ട്രിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മദ്യാസക്തൻ്റെ കുടുംബത്തിനകത്ത് നടക്കുന്ന ആ ഒരു 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 രസതന്ത്രമാണ് ഇതൊക്കെ. എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും ഇത് അനുഭവം ഉണ്ടാവും. ആ മോള് തന്നെ അത്രയും, ഞാൻ പറഞ്ഞില്ലേ, മദ്യപാനം നിർത്തിയപ്പോൾ അവൾ വല്ലാതെ സന്തോഷിച്ചൊരു കുട്ടിയാണ്. പക്ഷേ ആ സുബോധം എന്ന് പറഞ്ഞ കാര്യം അപ്പോഴും എൻ്റെ വീട്ടിനകത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ തലക്കെട്ടിൽ പറയുന്നത് പോലെ സുബോധം ഒരു ഗ്രഹപ്രവേശം നടത്തിയിട്ടില്ലായിരുന്നു. വീടിന് പുറത്തൊക്കെ ഞാൻ സുബോധവാനാണ്. നല്ല മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ വൈകിട്ടൻ എന്ത് ഡീസൻറ്റ് പാർട്ടിയാണെന്നൊക്കെ പറയും. പക്ഷെ വീട്ടിനകത്ത് ആ പഴയ രീതികളൊക്കെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു അങ്ങനത്തെ ഒരു പോക്കായിരുന്നു ആദ്യകാലത്തൊക്കെ. അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് ഒരു ദിവസം എന്തോ മകളുമായിട്ട് ഒരു കശപിശ ഉണ്ടായ സമയത്ത് അവൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളൊരൊറ്റ ആളാണ് എൻ്റെ ജീവിതം കോഞ്ഞാട്ടയാക്കിയത്. ഞാൻ ആകെ വല്ലാതെ ആയിപ്പോയി. കാരണം ഇന്നേ വരെ അങ്ങനെ ഒരു വാക്ക് അവൾ ഉപയോഗിച്ചിട്ടില്ല എന്നോട്. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ് എൻ്റെ മകള്, നിങ്ങളൊരൊറ്റ ആളാണ് എൻ്റെ ജീവിതം കോഞ്ഞാട്ടയാക്കിയത്. കാരണം ആ പരുവത്തിലാക്കിയെടുത്തത് ഞാനാണ് എന്നുള്ളത്. ഇതെന്നെ ഞാൻ മദ്യപാനം നിർത്തിയ സമയത്താണ്. ഇതെന്നെ വല്ലാതെ അലട്ടിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ആ ഒരു പ്രസ്താവനയാണ് ആ മോള് ഇറക്കിയത്. അതിൽ ഒരു തെറ്റുമില്ല, വളരെ കൃത്യമാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് തന്നെ എനിക്ക് തോന്നി. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്നൊരു പാപഭാരമോ ഇല്ലെങ്കിൽ എന്താ കുറ്റബോധമോ ഇതൊക്കെ എന്നെ നന്നായിട്ട് അലട്ടിയിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ സമയത്ത് റിലാപ്സ് ആയില്ല എന്നുള്ളതാണ്. ഞാൻ ഇതേ കാര്യം എൻ്റെ മീറ്റിങ്ങിൽ ഞാൻ ഷെയർ ചെയ്തു. അന്നത്തെ ദിവസം തന്നെ എനിക്ക് അതിൻ്റെ പരിഹാരവും കിട്ടി. അപ്പം എന്നോട് പഴമക്കാരായിട്ടുള്ള ആ ചേട്ടനെ ഞാൻ മറക്കുകയില്ല. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതാ, മോനെ, ഇതിൻ്റെ അപ്പുറത്തും ഒക്കെ ഇനിയും നമ്മൾ കേൾക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അതിന് മാത്രം ചെയ്തു കൂട്ടി വെച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പം ഇതൊന്നും ഒന്നുമല്ല. ആ കൊച്ചിൻ്റെ വിഷമം നിന്നോടൊന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. നീ ഇന്ന് ചെല്ലുമ്പോൾ എന്താ, പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് നീ ഇത് മീറ്റിങ്ങും കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അവള് ആ പറഞ്ഞതിന് അവള് പശ്ചാത്തപിക്കും. പറഞ്ഞ പോലെ തന്നെ ഞാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം അവൾ എന്നെയും കാത്തു നിൽക്കുകയായിരുന്നു. എൻ്റെ വായിൽ നിന്ന് എന്തോ വീണുപോയി, എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും പിഴിച്ചിലും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആ ക്ഷിപ്രം എന്ന് നമ്മൾ പറയില്ലേ, പെട്ടെന്നുണ്ടായി വരുന്ന ഒരു വികാര തള്ളിച്ചയാണ്. അതിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടാകുന്ന, കാരണം അവരുടെ ജീവിതം താറുമാറായി പോയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ കാരണക്കാരൻ അച്ഛനാണെന്ന് അവർ മനസ്സിലാക്കിയെടുക്കുക. ഇത് ഈ കുടുംബത്തിനകത്തുള്ള ഈ രസതന്ത്രങ്ങൾ, ഇതെല്ലാം നമ്മുടെ സുബോധത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈവൺ ഇത് ഇങ്ങനെ ഇപ്പം ഞാനിപ്പം ഇവിടെ നെറേറ്റ് ചെയ്ത, ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവം, ഇത് കുറച്ചൊന്നും അല്ല എന്നെ ബാധിച്ചത്, നല്ല രീതിയിൽ ഇത് ബാധിച്ചു. എന്ന് വെച്ചാൽ ഇങ്ങനെ ആയാൽ പോരാ, എൻ്റെ സുബോധം ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊന്നും അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചെങ്കിലും എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായി, ഇങ്ങനെ ആയാൽ പോരാ, കുറച്ചും കൂടെ എനിക്ക് നന്നാവാനുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ ടൂൾസും ആൽക്കഹോളിക്സ് അനോണിമസ് എൻ്റെ മുന്നിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഞാനൊന്ന് കുനിഞ്ഞ് അതൊന്ന് എടുക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ അവിടെ. അതൊക്കെ തുടങ്ങി പിന്നീട് പടികളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തെ മെഡൽ വാങ്ങാനായിട്ട് ഞാൻ പോയ സമയത്ത്, നമ്മൾ ടോക്കൺ വാങ്ങാനായിട്ട് പോയ സമയത്ത് എൻ്റെ മോളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവളന്ന് അവിടെ ശരിക്കും കരഞ്ഞുകൊണ്ടൊരു പ്രസംഗം നടത്തി. അവിടെ ഇരുന്നവർ മുഴുവൻ കരഞ്ഞു. കേൾക്കാനായിട്ട് 10-70 ആൾക്കാരുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ ഇരുന്നവർ, ഞാൻ നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര രോഷം അല്ല, എന്താ ഈ കട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഇടയിലുള്ള ഭയങ്കര ടഫ് ഗൈസ് ഒക്കെ, അവരൊക്കെ ഉണ്ട് ഇരുന്നിട്ട് കരയുന്നു കൊച്ചിൻ്റെ ഈ ഇത് കേട്ടിട്ട്, വർത്തമാന ഷെയറിങ് കേട്ടിട്ട്. അവൾ അവിടെ നിന്ന് ഉള്ളു തുറന്നു.
അവൾക്ക് തിരിച്ചു കിട്ടി എന്നാണ് അവൾ പറഞ്ഞത്. തിരിച്ചു കിട്ടി എന്നുള്ളത്. സി, ഇതാണ് ഈ കുടുംബത്തിൽ സുബോധത്തിന്റെ ഗ്രഹപ്രവേശം നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിരിച്ചു കിട്ടുകയാണ്. കുടുംബത്തിനകത്തേക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരാളെ തിരിച്ചു കിട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, അത് ചില്ലറയൊന്നുമല്ല. അപ്പോഴാണ് നമ്മൾ ഉത്തരവാദിത്തം കൂടുകയാണ് അവിടെ. ഈ സന്തോഷം നിലനിർത്തിക്കൊണ്ടോണം. അതിന് ഞാൻ എൻ്റെ സുബോധം നിലനിർത്തിക്കൊണ്ടോണം. അതിന് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം. അതിന് യാതൊരു വ്യതിയാനങ്ങളും വരുത്താൻ ഞാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ഉത്തരവാദിത്തം അപ്പോൾ കൂടുകയാണ്. ഇതെല്ലാം ആണ് ഈ നമ്മൾ പറയുന്ന എയ്ക്കകത്ത് സംഭവിക്കുന്ന മാജിക്കുകൾ. ഇതിപ്പം ഞാൻ ഇവിടെ പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും ഇത് മനസ്സിലാവും. അവരെല്ലാം ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതെല്ലാം അനുഭവിച്ച ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ പുറത്തൊരാളോട് പറഞ്ഞ, ഒരു നോൺ ആൽക്കഹോളിക്കിനോട് പറഞ്ഞ, അവൻ എന്നെ കളിയാക്കും. എന്നിട്ട് ശരിക്കും അവഹേളനം പോലെ എന്തെങ്കിലുമൊക്കെ ഒരു വാക്കൊക്കെ ലഭിച്ചു എന്നിരിക്കും. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലത്. നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങളും നമ്മളൊക്കെ സുബോധവാനായതിനു ശേഷം നമ്മളൊക്കെ വീടുകളിൽ അനുഭവിക്കേണ്ടി വരുന്ന പല പല കാര്യങ്ങളും, ഇതൊന്നും ഒരു സാധാരണ മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു വശം എന്താന്ന് വെച്ചാൽ, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട്. ഈ സാധാരണ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ബോധമൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ. അവർ ബോധത്തോടു കൂടിയാണ് അവരുടെ കുടുംബമൊക്കെ കൊണ്ടുപോയിട്ട് നാശകോശമാക്കുന്നത്. ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും ഈ വീടുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും, അത് കല്യാണം കഴിച്ച് അധികം മുന്നോട്ട് പോകുന്നതിന് മുന്നേ തന്നെ വേർപെടണം എന്ന് പറഞ്ഞു വരുന്ന ദമ്പതി, കുട്ടികൾ, കുട്ടികൾ, ഇതെല്ലാം മിക്ക ദിവസങ്ങളിലും ഇവിടെ സംഭവിക്കുന്നതാണ്. നമുക്ക് അനുഭവത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ, തൊഴിലിൻ്റെ ഭാഗമായിട്ട്. ഇതെല്ലാം കേൾക്കുമ്പം ഞാൻ അപ്പോഴും ആലോചിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ കണ്ട കുടി മുഴുവൻ കുടിച്ച് നടന്നിട്ടും എൻ്റെ കെട്ടിയോൾ എന്നെ വിട്ടു പോയില്ലല്ലോ. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് അപ്പം മാറുകയാണ്. കാരണം നമ്മളിത് കല്യാണം കഴിച്ച് 6 മാസം ആകുന്നതിന് മുന്നെയാണ് ചെറുപ്പക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം, ഞങ്ങൾ ബ്രേക്കപ്പായി, ആന ചേന എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ലൈലയുടെയൊക്കെ സഹനം എന്തായിരിക്കണം. അപ്പം ഈ 10-25 വർഷം ഒരു കുടിയൻ്റെ കൂടെ ജീവിച്ച് എന്നിട്ടും പോകാതെ തൂങ്ങിപ്പിടിച്ച് നിന്ന് നോക്കി പരിരക്ഷിച്ചു നടന്നു, ആശുപത്രിയിൽ എത്തിച്ചു, സുബോധവാനാക്കി കൊണ്ടുവന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ സഹന എന്ന് പറയുന്ന ആ സഹനത്തിന് വല്ല നൊബേൽ പ്രൈസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട പാർട്ടിയാണ് എൻ്റെയൊക്കെ കെട്ടിയോള്. നമ്മുടെയൊക്കെ മിക്ക ആൾക്കാരുടെയും ഭാര്യമാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവരുടെ ആ സഹനത്തിൻ്റെ ആ അങ്ങേ അറ്റം വരെ പോയിട്ടും വിട്ടുപോകാതെ നിന്നല്ലോ എന്നുള്ളതാണ് അതാണ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതും അതിലാണ് നമ്മൾ വില കൊടുക്കേണ്ടതും. ഓക്കെ, ഇനി നമ്മൾ നോട്ടത്തിലേക്ക് തന്നെ വരികയാണ്. സുബോധവാനായതിനു ശേഷം വീട്ടിലെ നോട്ടത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ജനലൊന്ന് തുറന്നിട്ടൊന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരുപാട് പച്ച കളറുകൾ കാണാൻ തുടങ്ങി. അതുവരെ ഞാൻ ഈ ഇലയ്ക്കൊക്കെ ഇത്രയും പച്ചയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ബോധമില്ലാതെയല്ലേ വീട്ടിനകത്ത് കയറി വരുന്നതും ഇറങ്ങി പോകുന്നതും ഒക്കെ ബോധമില്ലാതെയാണ്. അപ്പം ഇതൊന്നും ആസ്വദിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഈ പൂവിൻ്റെ നിറമോ അല്ലെങ്കിൽ ഇലയുടെ പച്ചപ്പോ ഒന്നും അങ്ങോട്ടൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അപ്പം സുബോധവാൻ എന്ന് വിളിക്കുന്ന സമയത്ത് ഈ നോട്ടത്തിനകത്തുനിന്ന് കണ്ണിൽ തെളിഞ്ഞു വരുന്ന ഒരു മുറ്റം, അല്ലെങ്കിൽ ഒരു ആകാശം, അല്ലെങ്കിൽ നമ്മളെ തോട്ടത്തിലെ പൂക്കൾ, വീട്ടിൻ്റെ മുറ്റത്തുള്ള സാധാരണ പൂക്കൾക്കൊക്കെ നല്ല ഭംഗി വെച്ച മാതിരിയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നോട്ടത്തിൻ്റെ എന്താ പ്രത്യേകത മാത്രമല്ല, ഇതെൻ്റെ ബോധത്തിൻ്റെ പ്രത്യേകത. എനിക്ക് ലഭിച്ച സുബോധത്തിൻ്റെ കണ്ണുകളിലൂടെ ഞാൻ ആദ്യമായിട്ട് നോക്കുമ്പം ഇതിനെല്ലാം ഒരു ഭംഗി വെച്ച മാതിരി തോന്നും. പിന്നെ വീട്ടിനകത്തേക്ക് നോക്കുമ്പോഴോ നല്ല മുറിയൊക്കെ നല്ല വൃത്തിയുണ്ട്, മേശപ്പുറമൊക്കെ നല്ല വൃത്തിയുണ്ട്, അടുക്കളയൊക്കെ നല്ല വൃത്തിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇപ്പോഴാണ് നോക്കാൻ തുടങ്ങുന്നത്. ഇതാണ് സുബോധം
നൽകുന്ന ഒരു ഒരു നോട്ടപ്രക്രിയ. നമ്മളിപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അതുവരെ ആര് നോക്കുന്നു? അതിനുള്ള ബോധമില്ലല്ലോ. അപ്പൊ ഈ പുതിയ ബോധം കിട്ടി, നമുക്ക് ഒരു സുബോധാവസ്ഥ എന്ന് പറയുമ്പം ഇതെല്ലാം നോക്കുക മാത്രമല്ല, എത്ര ഭംഗിയുള്ളതാണ് ഈ കാണുന്നതെല്ലാം എന്ന് ആസ്വദിക്കാനും തുടങ്ങും. ഞാനിതെല്ലാം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വിചിത്രമാണെന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത്. കാരണം ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പക്ഷെ ഒരു മനുഷ്യനിലുണ്ടാകുന്ന മാറ്റം അത് പ്രകടമായിട്ട് നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നത് മിക്കപ്പോഴും വലിയ വലിയ കാര്യങ്ങളായിരിക്കില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഈ മുറ്റത്തെ പൂവിൻ്റെ നിറവും അല്ലെങ്കിൽ ഇലയുടെ പച്ചപ്പിനെ പറ്റിയിട്ടും ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നീല നിറവും മേഘത്തിൻ്റെ ഭംഗിയും ഇതെല്ലാം കേൾക്കുമ്പം വളരെ ബാലിശമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നാൻ സാധ്യതയുണ്ടെങ്കിലും ഈ വക കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ പെടുന്നു എന്നുള്ളത് സുബോധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സൂക്ഷ്മമായൊരു തലമാണ്. മുമ്പ് നമ്മുടെ കണ്ണിൽ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത പല കാര്യങ്ങളും ഇപ്പോൾ കണ്ണിൽ വരാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ മെൻ്റൽ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു സുബോധത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ശ്രദ്ധ കൂടാൻ തുടങ്ങി. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധ കൂടാൻ തുടങ്ങി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം 10-20 വർഷമൊക്കെ കുടിച്ചു നടന്ന ആൾക്കാർക്ക് ഈ വക നോട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവനാകെയുള്ള നോട്ടം കൂടെ അടുത്ത് നിന്ന് കുടിക്കുന്ന ആളുടെ, അയാളെ ഒന്ന് മണിയടിച്ച് സോപ്പിട്ട് അയാളിൽ നിന്നും ഒരു ഡ്രിങ്ക് എങ്ങനെ വശത്താക്കാം എന്നുള്ള ഒരു ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമുക്കിതൊക്കെ നോക്കാൻ എവിടെയാ സമയമുള്ളത്? പക്ഷെ നമ്മളെ സുബോധത്തിൻ്റെ കെട്ടുറപ്പ് കൂട്ടുന്നതാണ് ഇത്തരം കാഴ്ചകൾ. അതാണ് ഞാൻ പറയുന്നതിൻ്റെ ആകെ അകപ്പൊരുൾ. അതാണ് നമ്മുടെ സുബോധത്തിൻ്റെ കെട്ടുറപ്പ് കൂട്ടുന്നതിനുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇതിനെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഭംഗിയായൊരു നോട്ടം നോക്കേണ്ടത് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പം കാണുന്ന ആ ഭംഗിയുള്ള മുഖമല്ല, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക. ഇതാണ് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കാരണം ഞാനൊക്കെ എൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ചികഞ്ഞു നോട്ടം തുടങ്ങിയ സമയത്ത് എനിക്ക് പേടി വന്നിട്ടുണ്ട്. ഇത്രയും വൃത്തികെട്ടവനാണല്ലോ ഞാൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ പുറത്തെനിക്ക് പറയാൻ പറ്റില്ല, ഇത് മീറ്റിങ്ങിലേ പറയാൻ പറ്റുള്ളൂ. ഈ വക കാര്യമൊക്കെ അത്രമാത്രം അഴുക്ക് പിടിച്ച ഒരു സ്വഭാവത്തിൻ്റെ ഉടമ. ഒരു കാര്യത്തിലും ഒരു നല്ലതില്ല, നന്മയെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ല. ഉള്ളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നന്മയും അതിനകത്ത് ചകഞ്ഞു നോക്കിയാൽ കിട്ടുന്നില്ല. കാരണം എന്ത് കാര്യം കണ്ടാലും അതിൻ്റെ നെഗറ്റീവുകൾ മാത്രം കാണാൻ ശീലിച്ച 10-25 വർഷം അതുണ്ടാക്കി വെച്ചിട്ടുള്ള ആഘാതം ചില്ലറയൊന്നല്ല. ഇതൊക്കെയാണ് സുബോധം ലഭിച്ച സമയത്ത് മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള എൻ്റെ മുന്നിലെ കടമ്പകൾ. അത് നല്ല ടഫായിട്ടുള്ളൊരു ജോബാണത്. അതിനൊക്കെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയാണ്. ഇറ്റ്സ് ആക്ഷൻ ഓറിയൻറ്റഡ് ആണത്. ആക്ഷനാണ് അവിടെ, പ്രവൃത്തിയാണ് അതിലുള്ളത്. അപ്പം ഈ പ്രവർത്തിക്കുന്ന പരിപാടിയിലേക്ക് കടന്നതിന് ശേഷമാണ് എൻ്റെ അഴുക്കുകൾ, അകത്തുള്ള അഴുക്കും മാലിന്യങ്ങളും കാലുഷ്യങ്ങളും എല്ലാം ഒന്ന് അല്പമെങ്കിലുമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയത്. അപ്പോൾ ഈ മാറുന്ന സമയത്ത് പകരം വരുന്നതിനാണ് നമ്മൾ മനോഭംഗിയെന്നോ അല്ലെങ്കിൽ ഉൾഭംഗിയെന്നോ ചിത്തഭംഗിയെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഭംഗി വയ്ക്കാൻ തുടങ്ങി, അവിടെ അകത്തും ഭംഗി വയ്ക്കാൻ തുടങ്ങി. അപ്പം അതിന് പറഞ്ഞ മാതിരി പ്രവൃത്തി അത്യാവശ്യമാണ്. അകത്ത് ഭംഗി വെക്കണമെങ്കിൽ ഒരു പ്രവൃത്തി അത്യാവശ്യമാണ്. അവിടെയാണ് നമ്മളെ വൈകാരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ തലനാരിഴ കീറിയിട്ട് ഇതേ വേദിയിൽ തന്നെ നമ്മളൊക്കെ പലരും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ റെക്കോർഡിങ്സ് കിട്ടാനുണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ ആ റെക്കോർഡിങ്സ് എനിക്ക് രാമേട്ടൻ അയച്ചു തരുന്നത് എനിക്ക് ഭയങ്കര വലിയൊരു ഗുണമാണ് ചെയ്യുന്നത്.
കാരണം മിസ്സാകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് ഈ ഇഴകീറി പരിശോധന എന്ന് പറയുന്നത്. അവനവൻ്റെ ഉള്ള് ചെകഞ്ഞ് പരിശോധിക്കുക എന്ന് പറഞ്ഞ കാര്യം. അപ്പോഴാണ് നമ്മുടെ അതിനകത്തുള്ള മോശം കാര്യങ്ങളും അതിനകത്ത് ആ മോശം കാര്യങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത്, ഇല്ലെങ്കിൽ നമ്മളതിനെയൊക്കെ ഇറക്കി വിടുന്ന സമയത്ത് കയറി വരുന്ന ഒരു സുബോധം, ആ സുബോധത്തിൻ്റെ ഒരു ഭംഗി, ഇതിൻ്റെ ഗുണഭോക്താക്കൾ നമ്മൾ മാത്രമല്ല, നമ്മളെ കുടുംബം കൂടിയാണ്. നമ്മളെ കുടുംബം മാത്രമല്ല, നമുക്ക് ചുറ്റുവട്ടമുള്ള നമ്മുടെ സമൂഹം കൂടിയാണ്. അപ്പം ഈ സുബോധം എന്ന് പറയുന്നത് വൈയക്തികമല്ല, അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല. അതിൻ്റെ മുമ്പേ പറഞ്ഞതുപോലെ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നത് ഒരാൾ മാത്രമല്ല, ഒരു കുടുംബമാണ്. ഒരു കുടുംബം മാത്രമല്ല, സമൂഹമൊക്കെ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഈ ഉള്ളു ഭംഗിയാക്കുക എന്നുള്ള ആ പ്രവൃത്തി ഉണ്ടല്ലോ, പ്രവർത്തനം, അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു ഈശ്വരനിലൊക്കെ എന്നേക്കാൾ വലിയൊരു ശക്തിയിലൊക്കെ വിശ്വാസം തുടങ്ങുന്ന സമയത്ത് കേട്ടുകേഴ്വിയുള്ള കാര്യങ്ങളും കണ്ടിട്ടുള്ള കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ദൈവത്തെയൊക്കെ കുടിയിരുത്തുന്ന ഒരു സ്ഥലത്തിനൊരു വൃത്തി വേണം എന്നുള്ളത് കണ്ടെത്തുന്നു. അങ്ങനെ ഒരു തോന്നലൊക്കെ തലയ്ക്കകത്തുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, ഈശ്വരനെ കുടിയിരുത്തുന്ന സ്ഥലം എപ്പോഴും നല്ല വൃത്തിയിൽ വെക്കണം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആണ് ഞാൻ എൻ്റെ ശക്തിയെ, ഹയർ പവറിനെ കുടിയിരുത്താനായിട്ട് ശ്രമിക്കുന്നത്, എൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ ഭാഗം വൃത്തി വേണം. ആ ഭാഗത്ത് ഈ പറഞ്ഞ ഈ വൈകല്യങ്ങൾ നിറഞ്ഞ ഒരു മനസ്സുമായിട്ട് നടന്നു കഴിഞ്ഞാൽ നടക്കില്ല. പുള്ളി അതിനകത്ത് കുടിയിരുത്താൻ കൊള്ളില്ല പിന്നെ. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവിടെ അടിച്ചു വാരണം, തേച്ച് കഴുകണം, ഒരഴുക്ക് പോലും ഇല്ലാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതെൻ്റെ ഒരു കർത്തവ്യമാണ് എന്ന്. പക്ഷെ 12 പടികൾ ചെയ്യുന്ന സമയത്ത് ആ പടികളിൽ വരുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, അത് ഒരേ സമയത്ത് ചൂലാകുന്നുണ്ട്, അത് വാക്വം ക്ലീനർ ആകുന്നുണ്ട്, അത് ഈ കഴുകാൻ എടുക്കുന്ന സാധനം എന്താ ഫിനോൾ ആകുന്നുണ്ട്, ഡെറ്റോൾ ആകുന്നുണ്ട്, അങ്ങനെ കഴുകി തരുന്നുണ്ട്. ഈ 12 പടികൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ഉള്ള മാലിന്യങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ വന്ന് ആ മാലിന്യങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ അവിടെ ഒരു അല്പം വൃത്തിയും മെനയൊക്കെ വരുന്ന സമയത്ത് അവിടെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശ്വരനെ എനിക്ക് കുടിയിരുത്താൻ ഒരു സ്ഥലം ലഭിക്കുകയാണ്. എൻ്റെ ഉള്ള് ആണ് ആ സ്ഥലം. ഓക്കെ, അതാണ് നമ്മുടെ ഈ നോട്ടത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞത്. അടുത്തത് നമുക്ക് മറ്റൊരു കാര്യമാണ് കുടുംബത്തിനകത്തേക്ക് സുബോധം കയറി വരുമ്പം ഉണ്ടാകുന്ന മറ്റൊരു കാര്യം. അത് സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ആഹ്ലാദം, ഉല്ലാസം, ആനന്ദം. ഇതെല്ലാം ഇതുവരെ ഒരു മദ്യാസക്തന്റെ കുടുംബത്തിനകത്ത് ഇല്ലാതിരുന്നൊരു കാര്യം നമ്മൾ സുബോധവാനാകുന്ന സമയത്ത് അല്പാൽപമായിട്ട് വീട്ടിനകത്തേക്ക് വരിക. നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്ന ആ സന്തോഷമുണ്ടല്ലോ, ഇതൊന്ന് മോണിറ്റർ ചെയ്താൽ നല്ല രസമുള്ളൊരു കാര്യം അത്. കാര്യം ഇത് ഒന്നാമത്തെ കാര്യം, ഈ സന്തോഷം എന്നൊക്കെ പറയുന്ന കാര്യം ഇത് നമുക്ക് ഒന്ന് ഉൽപ്പാദിപ്പിക്കാനൊന്നും പറ്റാത്തൊരു കാര്യമാണ്, അല്ലേ? ഇതൊരു മാനുഫാക്ചർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതൊരു ഫാക്ടറിക്ക് അകത്തുനിന്ന് ഈ നമ്മളെ സോപ്പും അല്ലെങ്കിൽ എന്താ അലക്കുപൊടിയും സർഫും അല്ലെങ്കിൽ മുഖം മിനുക്കുന്ന പൗഡറും ഫേസ് ക്രീമും പോലെയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തൊരു കാര്യം അത് സന്തോഷം എന്ന് പറയുന്നത്. ഇത് ഓർഗാനിക്കാണത്, ഇത് ജൈവികമായിട്ടുള്ളൊരു സാധനം, അത് ഉള്ളിൽ നിന്ന് തന്നെ വരണം. അത് അല്ലാതെ നമുക്ക് കടയിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിലോ മോളിലോ ഒക്കെ പോയിട്ട് ഈ 1 കിലോ സന്തോഷം എന്നോ 1 ലിറ്റർ സന്തോഷം അല്ലെങ്കിൽ 1 മീറ്റർ സന്തോഷം താന്നൊന്നും പറഞ്ഞാൽ കിട്ടാത്ത കാര്യമാണ്. ഇത് ഇപ്പൊ നമ്മുടെ എന്താ ഫോണിൻ്റെയൊക്കെ റീചാർജ് കൂപ്പൺ പോലെ റീചാർജ് ചെയ്യാൻ അങ്ങനെ കൂപ്പണായിട്ടൊന്നും വാങ്ങാൻ പറ്റില്ല. ATM വഴി കിട്ടില്ലത്. ATM വഴി നമുക്ക് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ പണം കിട്ടുന്ന മാതിരി സന്തോഷത്തിനൊരു ATM ഒന്നും ഇതുവരെ ഉണ്ടായി എടുത്തിട്ടില്ല. ഇനി AI ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് എനിക്ക് തോന്നി ATM എന്ന് പറഞ്ഞത് ആഹ്ലാദം തരുന്ന മെഷീൻ, ATM. അങ്ങനെ ആഹ്ലാദം തരുന്നൊരു മെഷീനൊന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് തന്നെ വരണം, നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെ അത് ഉണ്ടായി വരണം, ഈ ആഹ്ലാദം എന്ന് പറയുന്ന സാധനം. പക്ഷേ
ഈ കൊച്ചു കൊച്ചു പ്രവർത്തികൾ വഴി ഈ ആഹ്ലാദം നമുക്ക് കുടുംബത്തിനകത്തേക്ക് എത്തിക്കാൻ കഴിയും. നമുക്ക് മാത്രം പോരല്ലോ ആഹ്ലാദം. അവിടെയാണ് കേട്ടോ അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും സുബോധം എൻ്റെ മാത്രം ഒരു കുത്തകയാണ് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അവക്ക് സുബോധം വേണമെങ്കിൽ അവള് പോയി ഉണ്ടാക്കട്ടെ, എനിക്ക് എൻ്റെ സുബോധം വേണം, അത് ഞാൻ വേണ്ട രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പകർന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിനകത്ത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. എന്നുവെച്ചാൽ അവിടെ ഒരു രണ്ട് തരം പൗരന്മാർ വസിക്കുന്നതായിട്ട് അനുഭവപ്പെടും. ഒരു പൗരൻ ഞാൻ, എനിക്ക് സുബോധമൊക്കെ ഉണ്ട് എന്ന് ഞാൻ തീരുമാനിക്കുന്നു, ഉണ്ടാവുമായിരിക്കും. ഞാൻ എയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു, പടികളൊക്കെ ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എനിക്ക് സുബോധമൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പാർട്ട്ണർക്ക് അത് കിട്ടുന്നില്ല. അവൾക്ക് എന്ത് ആൽക്കഹോളിക്സ് അനോണിമസ് വന്നു? ഇല്ലല്ലോ. ഈ അല്ലനോണിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലുമൊക്കെ അത് കിട്ടുന്നുണ്ടാവും. അല്ലാതെ ഒരു ഭൂരിഭാഗം ഉണ്ട്, അവർക്കൊന്നും കിട്ടുന്നില്ലെന്നേ. അപ്പം അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് എനിക്ക് ലഭ്യമായ ഈ സുബോധം തന്നെയുള്ളൂ കുടുംബത്തിനകത്ത്. ഈ സുബോധത്തിൻ്റെ അല്പാൽപമായിട്ട് അങ്ങോട്ടേക്കും പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് കുടുംബത്തിൻ്റെ സുബോധമായിട്ട് മാറ്റാൻ സാധിക്കുള്ളൂ. മക്കൾക്കും കെട്ടിയോക്കും ഇത് വിളമ്പി കൊടുക്കേണ്ടത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ്. കാരണം അവരും കൂടെ ഒന്ന് ഉഷാറായാൽ മാത്രമേ നമ്മളെ സുബോധവും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊരു ഘടകമാണ്. കുടുംബത്തിൽ നിന്നും തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ കൊച്ചു കൊച്ചു പ്രവർത്തികൾ വഴി ഈ സന്തോഷവും ആഹ്ലാദവും ഒക്കെ നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത് വേണമെന്ന് വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യം. ഒന്നും വേണ്ടത്, ഞാൻ ഇവിടെയും ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. വലിയ 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 ബൃഹത്തായതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്തും നമ്മുടെ സഹ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ബോബ് പറഞ്ഞതാണ് ഓർക്കുന്നത്. അദ്ദേഹം ഏറ്റവും ഊന്നി പറഞ്ഞൊരു കാര്യം, അടിവരയിട്ട് പറഞ്ഞൊരു കാര്യം, കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നുള്ളത്. കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നുള്ള നമ്മുടെ ആ ഒരു സ്ലോഗൻ ഉണ്ടല്ലോ, അത് ബോബ് അടിവരയിട്ട് ബില്ലിനോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സമയമില്ല, അതുകൊണ്ട് നമുക്ക് ആ കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നുള്ളത് മാത്രം മനസ്സിൽ വെച്ചിട്ട് ഈ കൊച്ചു കൊച്ചു പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഇത് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ, ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ ആ സെറിനിറ്റി പ്രയർ ഒന്ന് ചൊല്ലിയിട്ടേ ഞാൻ എഴുന്നേറ്റ് വരാറുള്ളൂ. അതിപ്പോൾ ഒരു ശീലമാണത്. അത് കുറേ സോബറായ കാലം തൊട്ടേ തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ്. അത് അവിടെ നിന്ന് കിട്ടിയതാണ്. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു. അല്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് ആരും ഓർഡർ ഇടാറൊന്നുമില്ല. ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരും നമ്മളെ പ്രേരിപ്പിക്കാറില്ല. പക്ഷെ നിർദ്ദേശങ്ങൾ തരാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ. അല്ലാതെ ചെയ്യടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാന്ന് നമ്മൾ വിളിക്കുന്ന സ്വഭാവക്കാരാണ് ഇതിനകത്തുള്ള മിക്ക ആൾക്കാർ. നമ്മളടുത്തൊന്നും ആർക്കും ഒന്നും വന്നിട്ട് അടിച്ചേൽപ്പിക്കാനൊന്നും ഇപ്പോഴും പറ്റില്ല. അതുകൊണ്ട് നമ്മളടുത്തൊരു നയപരമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ, വളരെ അനുനയത്തോടു കൂടി ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. ഇത് നമ്മൾ പുതുമക്കാരോടും നമ്മൾ പ്രാവർത്തികമാക്കണ്ടേ. അല്ലെങ്കിൽ നമ്മൾ 12ാം പടിക്കൊക്കെ പോകുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊന്നും അടിച്ചേൽപ്പിക്കാനായിട്ട് നിൽക്കാനേ പാടില്ല എന്നുള്ളത്. നമ്മളെല്ലാം നിർദ്ദേശങ്ങൾ, അതാണ്, അത്ര മാത്രമേ ഉള്ളൂ. സജഷൻസ് മാത്രം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽപ്പെട്ടൊരു സജഷനായിരുന്നു എനിക്ക് കിട്ടിയത്. ഈ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥന ഒന്ന് ചൊല്ലുക, പിന്നെ ഒരു നന്ദി പറയുക. ആവൂ, ഞാനിന്ന് ജീവനോടെ ഉണ്ടല്ലോ. കാരണം എത്ര പേരാ, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, എത്ര പേരാണ് ഇന്ന് രാവിലെ എഴുന്നേക്കാതെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ ലോകത്ത്? ആയിരക്കണക്കിന് ആൾക്കാരില്ലേ. ഞാനിപ്പോഴും ജീവിച്ചു വന്നുവല്ലോ, ഇന്നത്തെ ഒരു ദിവസം ജീവിച്ചു വന്നല്ലോ. രണ്ടാമത് ഞാൻ നന്ദി പറയുന്നത് പ്രപഞ്ച ശക്തിക്കൊരു നന്ദി പറയാറുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ ജനിച്ച ദിവസം തൊട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ജീവവായു തന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏതോ ഒരു ശക്തി. എനിക്കറിയില്ല, അതിൻ്റെ ശാസ്ത്രവും ഒന്നും എനിക്കറിയില്ലെങ്കിൽ എനിക്കത് ലഭിക്കുന്നുണ്ട്. ആ 21% ഓക്സിജൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഞാൻ നന്ദി പറയുന്നുണ്ട്. ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഇതെല്ലാം എൻ്റെ സുബോധത്തെ
ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അത് അത്ര കൊച്ചായിട്ട് കാണാൻ എനിക്ക് സാധിക്കാറില്ല. ഞാനെപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഒരു ദീർഘ ശ്വാസമാക്കിയിട്ട് ഇന്ന് ജീവനോടെ ഉണ്ടല്ലോ. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എഴുന്നേറ്റ് വന്ന ഉടനെ ഞാൻ കിടക്കയൊക്കെ ഒന്ന് വിരിച്ചിടും. കിടക്ക വിരിച്ചിടുന്ന സമയത്ത് എന്നും ഞാൻ ആലോചിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിരിച്ചുകൊണ്ട് ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ്. ആ കിടക്കയ്ക്കകത്ത് തുണിയിൽ ബെഡ്ഷീറ്റിലൊന്നും ഈ വായിന്നിറ്റ് വീഴുന്ന കേലയില്ലല്ലോ. മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. മുമ്പ് എന്തൊക്കെയായിരുന്നു? കേലയില്ല, എൻ്റെ കിടക്കയ്ക്കകത്ത് ഛർദിലില്ല, എൻ്റെ കിടക്കയ്ക്കകത്ത് മൂത്രമില്ല. ഇതിനൊക്കെ ഞാൻ നന്ദി പറഞ്ഞേ പറ്റൂ. കാരണം ഇതെല്ലാം എൻ്റെ സുബോധം കൊണ്ട് എനിക്ക് ലഭിച്ച കാര്യങ്ങളാണ്. മറ്റിതെല്ലാം അവിടെയൊക്കെ വല്ലപ്പോഴൊക്കെ അറിയാതെയൊക്കെ മുള്ളി പോയിട്ടൊക്കെ ഉണ്ട്. ഛർദിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ ഈ തലേണയിൽ ഈ അമേരിക്കയും ആഫ്രിക്കയും ഓസ്ട്രേലിയയും എല്ലാം വരും ഈ വായിന്നിറ്റ് വീഴുന്ന ഈ കേല എന്ന് പറയുന്ന ഈത്ത എന്നൊക്കെ പറയുന്ന സാധനം. അത്രയും വൃത്തി എന്ന് പറഞ്ഞ ലെവലേശം ഇല്ലാതെ വന്നിട്ട് ബോധവും പോക്കണവും ഇല്ലാതെ വന്ന് കിടക്കുന്നതല്ലേ. അതൊന്നും ഇന്നില്ലല്ലോ. ഞാൻ എത്രമാത്രം നന്ദി പറയേണ്ടതുണ്ട് അതില്ലാത്ത. ഇനി അടുത്ത പ്രക്രിയയിലേക്ക് കിടക്കാം. പല്ല് തേക്കാൻ പോകുന്നു. പേസ്റ്റൊക്കെ എടുത്ത് ബ്രഷിലിട്ട് പല്ല് തേക്കാനായിട്ട് തുടങ്ങുന്നു. എനിക്ക് ഓക്കാനം വരുന്നില്ല. മറ്റതാണോ? വീട്ടിലെ ഒരു പ്രധാന ഐറ്റം നമ്പർ ഇതാണ്. അപ്പ പല്ല് തേക്കാൻ കയറിയിട്ടുണ്ട്. കാരണം അത്രയും ഒച്ചയൊക്കെയാ കേൾക്കുക കുളിമുറിക്കകത്തുനിന്ന്. ഈ പച്ച കളറുള്ള ഒരു സൈസ് പിത്തവെള്ളം ഉണ്ടല്ലോ, അത് വന്നിട്ട് ഛർദിക്കുന്ന പോലെ അങ്ങോട്ട് ഓക്കാനിച്ച് അങ്ങോട്ട് ആ വെള്ള നിറം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ വെള്ള നിറമുള്ള ഒരു വാഷ് ബേസിനിലേക്ക് ഈ ഒരു സൈസ് ചാണകപ്പച്ച നിറമുള്ള ഒരു ദ്രവ്യം വന്ന് വീഴുക. ഇന്ന് അതില്ല എനിക്ക്. ഇന്നെനിക്ക് ഓക്കാനം വരുന്നില്ല പല്ല് തേക്കുമ്പോൾ. ഇന്ന് ആ പിത്തവെള്ളം വീഴുന്നില്ല. ഇന്ന് എൻ്റെ പുലരിയിൽ ആ ദുർഗന്ധങ്ങളൊന്നുമില്ല. ഞാൻ നന്ദി പറഞ്ഞേ പറ്റൂ. ഇതെൻ്റെ സുബോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല എനിക്ക്. ഇതൊക്കെ എനിക്ക് വലിയ കാര്യങ്ങളാണ്. ഞാൻ നന്ദി പറഞ്ഞേ പറ്റൂ, നന്ദി പറയാറുമുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്കൊരു കട്ടൻ കാപ്പി കിട്ടും. അത് അവിടെ മേശപ്പുറത്തില്ലെങ്കിൽ കെട്ടിയോൾ കൊണ്ട് തരും ഒരു കട്ടൻ കാപ്പി. അതിന് ആരോടാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം രാവിലെ നമ്മുടെ ഈ റോഡ് നന്നാക്കാൻ എടുക്കുന്ന ടാറില്ലേ, ആ ടാർ ഉരുക്കിയ പോലത്തെ ഒരു റമ്മുണ്ടല്ലോ, ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഞാനാ. രാവിലെ എനിക്ക് അത് കിട്ടിയിട്ടില്ല, എൻ്റെ കൈയും കാലും ദേഹവും ഒക്കെ വിറക്കിയായിരുന്നു. അപ്പൊ ഈ ടാർ ഉരുക്കിയ റമ്മ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിൽ നല്ല സ്ട്രോങ് കട്ടൻ കാപ്പി കുടിക്കുന്നു. എനിക്ക് രാവിലെ ഹാങ് ഓവർ ഇല്ല, ഒരു ഹാങ് ഓവറും ഇല്ല. നല്ല തെളിച്ചോണ്ട് എൻ്റെ മനസ്സിന്. ഞാൻ നന്ദി പറയണ്ടേ? എൻ്റെ സുബോധം എൻ്റെ വീട്ടിലെത്തി എന്നുള്ളതിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ. എൻ്റെ കിടക്കയുടെ അവസ്ഥ, എൻ്റെ പല്ല് തേപ്പിൻ്റെ അവസ്ഥ, ഞാൻ കുടിക്കുന്ന കട്ടൻ കാപ്പി, ഇതെല്ലാം എൻ്റെ വീട്ടിലേക്ക് എത്തിയ സുബോധമാണ് ഇതൊക്കെ സംഭവങ്ങൾ. അപ്പൊ അതൊന്നും കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല എന്നെ സംബന്ധിച്ച്. അത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് നമുക്ക് ഈ സന്തോഷം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് അതിനൊരു ഭംഗിയുണ്ട്. അതൊന്ന് ആലോചിച്ച രസമാണ്. അതായത് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സന്തോഷം ചിലപ്പോൾ നമ്മളെ മറന്നെന്നിരിക്കും. പക്ഷേ സന്തോഷത്തെ നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് ഞാൻ ഏന്ന് പഠിച്ചൊരു കാര്യം. വി ആർ നെവർ ടു ഫോർഗെറ്റ് അവർ ഹാപ്പിനെസ്. അതായത് അത് നമുക്ക് അതൊരു അനുഗ്രഹം പോലെ ലഭിച്ചൊരു കാര്യം അല്ലേ. അല്ലാതെ നമ്മൾ അത് നേടിയെടുത്തതെന്ന് പോലും പറയാൻ ഒക്കില്ല. അതൊരു അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് എൻ്റെ സുബോധം ഒരു അനുഗ്രഹമായിട്ട് തന്നെ കിട്ടിയൊരു കാര്യമാണ്. കാര്യം എത്ര പേര് അലഞ്ഞു നടക്കുന്നു, ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനകത്തുനിന്ന് ഈ പറഞ്ഞ എന്നെ ഈ പിടിച്ച് പിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് കൊണ്ട് ഇട്ടില്ലേ, ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിട്ട് എന്നെ അവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ സുബോധം അവിടെ നിന്ന് തുടങ്ങി. ആ തുടങ്ങിയ സുബോധം ഞാൻ അനുദിനം അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ പറയുന്ന സമയത്തും അതിന് ഒരു അല്പം കൂടി അതിന് ഒരു സ്ട്രെങ്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കാരണം ഒരു കാലത്ത് എനിക്ക് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം വേറെ വേറെ ആയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും
ഇതൊന്നാകുന്ന സമയത്താണ് ഈ സന്തോഷത്തിനൊരു ഭംഗി വെക്കുക. അല്ലാത്തടത്തോളം കാലം അവിടെ സന്തോഷം ഉണ്ടാവും, പക്ഷെ ആ സന്തോഷത്തിന് അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പറയുന്നത് ചെയ്യുക, അത് തന്നെ. ഇപ്പം ബിഗ് ബുക്കിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പേജൊക്കെ നമ്പറൊക്കെ വെച്ചിട്ടൊക്കെ പറയാനൊക്കെ ഉള്ള പ്രാപ്തിയൊക്കെ ലഭിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ബിഗ് ബുക്കിനകത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് വേറൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പം അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെയാണ് ഇതെല്ലാം പറയുന്നതെങ്കിൽ ഇതൊരു വൃത്തികെട്ട കാര്യം അത്, അല്ലേ? അതൊരു ഹിപ്പോക്രസി അല്ലേ അത്? എന്നുവെച്ചാൽ അതൊരു ഞാൻ എന്നെ തന്നെ കബളിപ്പിക്കുന്നതിന് തുല്യമല്ലേ അത്? അതുകൊണ്ട് ഈ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിരിക്കുമ്പോഴാണ് നമ്മൾ സുബോധത്തിന് ഒരു ഭംഗി വെക്കുക. അല്ലാതെ വരത്ത് ഈ ചിന്താപരമായിട്ടുള്ള ഒരുപാട് അപസ്വരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം എനിക്കറിയാം ഞാൻ ഈ പറയുന്നതല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഏടെ മീറ്റിങ്ങിൽ പോയിട്ട് എന്താ പറയുക ടോക്കിനൊക്കെ പോയിട്ട് പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുന്നില്ല എന്ന് അറിയുമ്പം ഞാൻ അറിയുമ്പം എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛമൊക്കെ തോന്നാൻ സാധ്യതയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും തോന്നും അത്. അപ്പം അതില്ലാതെ ആക്കുന്ന സമയത്ത് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഒരേ ലെവലിൽ തന്നെയാണെങ്കിൽ ഒന്ന് തന്നെയാണെങ്കിൽ എൻ്റെ സുബോധം ഭംഗിയുള്ളൊരു സുബോധമായി മാറും. അതാണ് ഒരു കാര്യമുള്ളത്. പിന്നെ ഈ സുബോധം എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ഒന്നും അല്ലാത്തൊരു കാര്യമാണ്. നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും ഷർട്ടൊക്കെ പാൻറ്റും ഒക്കെ റെഡിമെയ്ഡ് അണിയുന്ന സമയമാണല്ലോ. അതുകൊണ്ട് സുബോധം അങ്ങനെ എടുത്തണിയാവുന്നൊരു കുപ്പായമൊന്നുമല്ല, റെഡിമെയ്ഡ് അല്ല എന്നർത്ഥം. അത് തുണിയെടുത്ത് വെട്ടി അളവെടുത്ത് തുന്നി തന്നെ അണിയണത്. സുബോധം ശരിക്കും നമ്മൾ അതാണ് പ്രവൃത്തി. അതിൽ ആ തുണിയെടുത്ത് വെട്ടലും അളവെടുത്ത് തുന്നലും ഒക്കെ ഓരോ പ്രവൃത്തികളാണ്. നമ്മുടെ ആ കുപ്പായം എന്ന് പറഞ്ഞ സുബോധ കുപ്പായം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അല്ല ഏതും എടുത്തിട്ട് അങ്ങ് പോലല്ല. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചു തന്ന മറ്റൊരു കാര്യം, ഈ കുറെ അരുതുകൾ ഇങ്ങനെ പരോക്ഷമായിട്ട് വന്ന് കയറിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ നീരസം. നമ്മൾ പറയത്തില്ലേ, എന്താ നമ്മൾ നാലാം പടിയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കള്ളിയിട്ട് വരച്ചിട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു കാര്യമാണ് റിസെൻമെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം. നീരസം, വെറുപ്പ്, വിദ്വേഷം ഒക്കെ പറയുന്ന കാര്യം. ഇത് എൻ്റെ സുബോധത്തെ വല്ലാതെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്കിപ്പോൾ നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക. ഒരാളോടും നീരസം വെച്ച് കൊണ്ട് നടക്കാനുള്ള പ്രാപ്തി എനിക്കില്ല എന്ന് എനിക്കറിയാം. അത്രമാത്രം ദുർബലനാണ് ഞാൻ. ആ ദൗർബല്യം ഞാൻ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഇതൊന്നും പേറി നടക്കാനായിട്ടുള്ള പ്രാപ്തി ഇല്ലാത്തവനാണ് എന്നുള്ള വസ്തുത, എന്നുള്ള സത്യാവസ്ഥ, വാസ്തവം, യാഥാർത്ഥ്യബോധത്തോടു കൂടി മനസ്സിലാക്കുമ്പോൾ വേണ്ട, അതങ്ങ് വിട്ടേക്കും. അത് ഉള്ള സാധനങ്ങൾ കളയാനാണ് നമ്മൾ നാലാം പടിയൊക്കെ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെച്ചുനോട്ടം, താരതമ്യം ചെയ്യുക എന്നുള്ളൊരു പരിപാടി. അതായത് അയ്യോ ഏല് വന്നതിന് ശേഷം എൻ്റെ കൂടെയുള്ള അവന് ഭയങ്കര പെട്ടെന്ന് അവൻ്റെ കാര്യമൊക്കെ മാറിയല്ലോ, അവൻ്റെ സുബോധം നല്ല രീതിയിലാണല്ലോ പോകുന്നത്, എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് എൻ്റെ സുബോധം ഞാൻ വേറൊരാളുടെ സുബോധമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അപകടത്തിലേക്കേ നീങ്ങുള്ളൂ. കാരണം എൻ്റെ ബോധമില്ലായ്മ ആയിരുന്നില്ലല്ലോ മറ്റൊരാളുടെ ബോധമില്ലായ്മ. ഞാൻ 2 എണ്ണം അടിക്കുമ്പം ഉണ്ടാകുന്ന വ്യത്യാസം അല്ലല്ലോ മറ്റേയാൾ 2 എണ്ണം അടിച്ചുണ്ട്. പലർക്കും പല മാതിരിയാണല്ലോ, അല്ലേ? അപ്പോൾ പിന്നെ ഈ സുബോധത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്തിനാ കമ്പയർ ചെയ്യേണ്ട ആവശ്യം? അവന് ഇത്രയും വെടിപ്പിലൊക്കെ ആയി, അവൻ്റെ ജീവിതമൊക്കെ ഭയങ്കര ഉഷാറായി, ഞാനിപ്പോഴും ഇങ്ങനെ ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കമ്പാരിസൺ, ആ താരതമ്യം വരുന്ന സമയത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പൊക്കെ തോന്നാൻ തുടങ്ങും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞാനെന്താ, അത് വേറൊരു വ്യക്തി, മറ്റേയാൾ വേറൊരു വ്യക്തി. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ തന്നെ എല്ലാം സംഭവിച്ചോളണം എന്നൊന്നുമില്ല എയ്ക്കകത്ത്. പലർക്കും പല രീതിയിലാണ് പ്രവർത്തിക്കുക, പലരിലും പല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുക. ഇപ്പൊ ഞാൻ വന്ന സമയത്തുള്ള ഞാൻ കടക്കാരൻ്റെ എൻ്റെ തലയിൽ മൂക്കറ്റം കടവായിട്ടാണ് ഞാൻ എയിൽ വരുന്നത്.
ഞാൻ മുമ്പ് എപ്പോഴും പറയാറുള്ള കാര്യം. പക്ഷെ എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ എല്ലാം കടങ്ങളൊക്കെ വിടുന്നു, അവർ കാറ് വയ്ക്കുന്നു, കാറ് വാങ്ങുന്നു, ബംഗ്ലാവ് വയ്ക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കലിപ്പടിക്കാറുണ്ട്. എൻ്റെ കടം കൂടിക്കൊണ്ടിരിക്കുക. സി, അപ്പൊ അങ്ങനെ അത് എന്തുകൊണ്ടാ ഞാനത് താരതമ്യം ചെയ്യാൻ പോയത് കൊണ്ടാ. അപ്പൊ അത് വേണ്ടാന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് എനിക്ക് അപകടമേ ചെയ്യത്തുള്ളൂ. പിന്നെ ഈ ആശങ്ക, ഉത്കണ്ഠ, ഇതൊക്കെ വറീസ് അടിക്കുക, ഇതും നമ്മളെ സുബോധത്തിനെ വല്ലാതെ കുഴപ്പം പിടിച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനം. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ കുടുംബത്തിനകത്തു നിന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. സുബോധവാനായി എന്ന് പറയുമ്പം തന്നെ എൻ്റെ കുടുംബവും നന്നായി എന്നുള്ളൊരു ഒരു പ്രതീക്ഷ, അതൊരു അമിത പ്രതീക്ഷ, ഒരു ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് എന്നൊക്കെയുള്ള പുസ്തകമൊക്കെ കണ്ടിട്ടില്ലേ? ഒരു അമിതമായിട്ടുള്ളൊരു പ്രതീക്ഷയാണത്. കാരണം അങ്ങനെയൊന്നും ഒരു കാലത്തും ആവാൻ പോകുന്നില്ല. ഞാൻ സുബോധവാനായി എന്ന് എനിക്ക് പറയാം. അത് തന്നെ ഒരു പരിധി വരെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ തലങ്ങളിലും ഞാൻ സുബോധവാനൊന്നും ആയിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെ എൻ്റെ കുടുംബം അപ്പം വളരെ നീറ്റായിരിക്കണം, ഡീസൻ്റായി എന്ന് പ്രതീക്ഷ. അതായത് ഞാൻ കൂടി നിർത്തിയില്ലേ, ഇനി നിങ്ങൾക്കൊക്കെ ഒന്ന് മാറിയാൽ എന്താ എന്നുള്ള ചോദ്യങ്ങൾ ഒരർത്ഥവും ഇല്ല അത് ചോദിക്കുന്നതിന്. 25 വർഷം കുടിച്ചു നടന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ കുടി നിർത്തിയതിൻ്റെ പിറ്റേന്ന് അവൻ്റെ കുടുംബം എല്ലാം അവനെ തോളത്ത് കൊണ്ട് നടക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ അബദ്ധമല്ലേ? ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കുക? ഇത്രയും കൊല്ലം കുടിച്ചു നടന്ന സമയത്ത് ഒരു നല്ല കാര്യം പോലും ചെയ്യാത്തൊരുത്തൻ, ആർക്കും വേണ്ടാതായി പോയ ഒരുത്തൻ, അവനൊരു സുപ്രഭാതത്തിൽ കുടി നിർത്തി, ഇതേ ഞാൻ ഏലാണ്, ഞാൻ പടികൾ ചെയ്യുന്നു, ഞാൻ നന്നാവുന്നു എന്നൊക്കെ ഊറ്റം കൊണ്ടിട്ട് വീട്ടിനകത്തോട്ട് കയറി ചെന്നിട്ട് അവര് എന്നെ അങ്ങനെ മതിപ്പോടുകൂടി നോക്കണം, എന്നോട് ബഹുമാനം കാണിക്കണം, എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം മക്കള്, ഇതൊക്കെ പറയുന്നത് ശരിയായ ബോഷ്ക. നമുക്ക് മനസ്സിലാവുത്. പക്ഷെ എന്നാലും പലപ്പോഴും ഈ അമിത പ്രതീക്ഷ ഉള്ളിലുണ്ടാവും. അത് വേണ്ട, അത് നമുക്ക് അത്യാവശ്യമേ അല്ലാത്തൊരു കാര്യമാണ്. അത് വരാനിരിക്കുന്നത് പയ്യെ 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 വന്നോളൂ. അതാണ് കുടുംബത്തിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ക്ഷമാശീലം നമ്മൾ പഠിച്ചേ പറ്റൂ. അക്ഷമരായിരുന്ന ഒരു കൂട്ടരാണ് നമ്മൾ. അത് തമാശ കൂടിയാണെങ്കിലും ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തൊരു ക്ഷമയാണ് ഇവർക്ക്, ക്യൂ നിൽക്കുന്ന കണ്ടില്ലേ ബീവറേജസിന്റെ മുന്നിൽ, ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകുന്നില്ലല്ലോ, എന്ത് ക്ഷമാശീലരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ അത് ക്യൂ നീങ്ങാതെ വരുന്ന സമയത്തുണ്ടാകുന്ന, കാരണം കുപ്പി കിട്ടുന്നില്ലല്ലോ, എത്ര നേരം ഇനിയും കാത്തു നിൽക്കണം അല്ലേ? ആ അക്ഷമയുണ്ടല്ലോ, അതൊന്നും മാറിക്കിട്ടാനായിട്ട് അതിനൊക്കെ സമയമെടുക്കും എന്നുള്ളതാണ്. അവിടെയാണ് ക്ഷമ എന്ന് പറയുന്ന കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക ഇതിനെല്ലാം കുറച്ച് സമയം കൊടുക്കുക. ഇട്ടോ ഇറോ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് ജീവിതം നന്നാകണം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അത് നന്നാകത്തുമില്ല. നമുക്ക് അതിൻ്റെതായ ഒരു 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 സ്പീഡുണ്ട്. അത് ചിലപ്പോൾ ചിലർക്ക് പയ്യെ 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 ആയിരിക്കും അവരുടെ സുബോധം അവരുടെ കുടുംബത്തിൽ എത്തിപ്പെടുക. ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആയിന്നും ഇരിക്കും കേട്ടോ. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരാതി പറച്ചിൽ ഭയങ്കര അപകടം ചെയ്യുന്നൊരു കാര്യമാണ്. സുബോധവാനായി വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഈ പരാതി കൂമ്പാരമായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കൊന്നും പിടിക്കുകയില്ല, എന്ത് കണ്ടാലും ശരിയല്ല, അതിനെല്ലാം കുറ്റം പറയാൻ തുടങ്ങും. പരാതി കൊണ്ട് അവരെ നമ്മൾ അഭിഷേകം ചെയ്യുന്ന ഒരവസ്ഥ. അവർ തീർച്ചയായിട്ടും വീട്ടുകാർ വിചാരിച്ചു, ഇയാൾ ഇതിയാൻ പോയി കുടിക്കുന്നതായിരുന്നു ഇതിലും നല്ലത്, എന്തെന്നാ അത്, മടുപ്പ് തോന്നും അവർക്ക്. അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട്ടുകാർ പറയുന്ന ഒരു വാചകമുണ്ട്, കിട്ടിയ വോട്ടിന് സിന്ദാബാദ് എന്ന് പറയും. ഇത്രയെങ്കിലും കിട്ടിയില്ലേ, അതിന് സിന്ദാബാദ് വിളിക്കാൻ പഠിക്കുക. അതാ ഏറ്റവും നല്ല പരിപാടി. അല്ലാതെ കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരാതി എഴുതി കൊടുക്കലല്ല കുടുംബത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ സുബോധം മൂലം നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി ഉള്ളവരായിരിക്കുക. നമ്മൾ അതിനെ അവരെ അക്നോളജ് ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സന്തോഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് ഇത് പെരുകുന്നത്. ആ പെരുകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനും പറ്റുന്നത്. പിന്നൊരു കുഞ്ഞി കാര്യമുള്ളത്, പലർക്കും സുബോധാവസ്ഥയിലൊക്കെ ചെയ്യാൻ മടിയുള്ളതും ചെയ്യാൻ സാധിക്കാതെ വരുന്നതും ഉള്ളൊരു കാര്യമാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നൊരു സാധനം. ഇതും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തൊരു ബാലിശമായ കാര്യം.
ഒരു ചിരി ഇത്ര വലിയ സുബോധമായിട്ട് ഇത്രയധികം ബന്ധപ്പെട്ടിട്ടുണ്ടോ? വീട്ടിനകത്ത് ചിരി എന്ന് പറയുന്ന കാര്യം, ഇത് വലിയൊരു കാര്യം അത്. കാരണം ഒന്നാമത്തെ കാര്യം, ഏതൊരു മനുഷ്യനായാലും പുഞ്ചിരിക്കുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുക, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചിരിക്കുമ്പോൾ ഒരു അഴകുണ്ട് അതിന്. അതിനി എത്ര വിരൂപനായാലും അയാൾ ചിരിക്കുമ്പോൾ അയാൾക്കൊരു അഴക് കൂടുകയാണ്. അപ്പൊ ഈ വെച്ചാ ഈ നമ്മളൊക്കെ ലൈഫ് എന്ന് പറയുന്ന, ജീവിതം എന്ന് പറഞ്ഞ കണ്ണാടി പോലെയാണെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ജീവിതത്തെ നോക്കിയിട്ടാണ് നമ്മൾ ചിരിക്കുന്നത് എന്നുള്ളതാണ്. ജീവിതത്തെ നോക്കി നമ്മൾ ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ചിരി നമുക്ക് മടക്കി കിട്ടും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമ്മൾ പഠിച്ചു, ജീവിതത്തെ നോക്കി ചിരിക്കാൻ പഠിച്ചു. നമ്മൾ കംപ്ലൈൻസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കിട്ടിയ വോട്ടിന് സിന്ദാബാദ് വിളിക്കുമ്പം നമ്മൾ ജീവിതത്തെ നോക്കി ചിരിക്കുക. നമ്മൾ അതൊരു രക്ഷപ്പെട്ടവന്റെ ചിരിയാണത്. അതെല്ലാവർക്കും അങ്ങനെ ചിരിക്കാൻ പറ്റില്ല. കാരണം തീർന്നു കഴിഞ്ഞു എൻ്റെ കഥ. ആത്മഹത്യക്കുള്ള ശ്രമങ്ങൾ പോലും നടത്തിയവർ എത്രയോ പേരുണ്ടാവും ഇതിനകത്ത്. മതിയാക്കി, ജീവിതം മതിയാക്കി ക്രോസ് ഇട്ട ആൾക്കാർ തിരിച്ച് ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ ചിരി വരാറുണ്ട്. എനിക്ക് പണ്ട് കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള ഓരോ കോപ്രാഞ്ചത്തരൊക്കെ ഓർത്തിട്ട് ചിരിക്കാതെ അല്ലാതെ വേറെ എന്താ ചെയ്യുക? അതാലോചിച്ച് പിന്നെ സങ്കടപ്പെട്ട് കിടക്കണം. ഇല്ല, അത് നമ്മൾ പുറകോട്ട് നോക്കി ചിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് സുബോധത്തിന്റെ അഴകാണ് അത് കാണിക്കുന്നത്. നമുക്ക് നമ്മളെ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള വിഡ്ഢിത്തരങ്ങൾ ആലോചിച്ചിട്ട് ചിരിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാല് അത് നമ്മളെ സുബോധത്തിന്റെ അളവാണ് കാണിക്കുന്നത്. എവിടെ എത്തി നമ്മൾ? നമുക്ക് നമ്മുടെ തന്നെ ഒരു വീഴ്ച നോക്കിയിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് വലിയൊരു അഴകായിട്ട് മാറുന്നത്. കാരണം ഈ ചിരി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ ഈ ഇമോജികളുടെയൊക്കെ കാലമാണല്ലോ, ന്യൂജന്റെ ഇമോജി ആണല്ലോ. അവർക്ക് എന്ത് പറഞ്ഞാലും ഉടനെ വാട്സാപ്പിൽ ഒരു ഇമോജി അയക്കും. അപ്പോൾ ഇതൊരു വളഞ്ഞ വരയാണ് ഈ ചിരി. നമ്മൾ വളഞ്ഞ വഴി എന്നൊക്കെ പറയുന്ന ഒരു മോശപ്പെട്ട കാര്യമാണ്. പക്ഷെ ഈ വളഞ്ഞ വര ഒരു നല്ല കാര്യമാണ്. കാരണം പല കാര്യങ്ങളെയും നേരെയാക്കുന്നത് ഈ ഒരു വളഞ്ഞ വരയാണ്, ഈ ചിരിയാണ്. പല കാര്യങ്ങളെയും നേരെയാക്കാൻ സാധിക്കുന്ന ആ വളഞ്ഞ വര. കുടുംബത്തിൽ അത് പ്രയോഗിക്കുന്ന സമയത്ത് കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ വരെ ഈ വളഞ്ഞ ഒരു വര കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, നേരെയാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന് പ്രയോഗിച്ചു നോക്കൂ. എന്നുവെച്ചാൽ ഈ കളിയാക്കി ചിരി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുണ്ടല്ലോ, നമ്മൾ കൺസേൺ കൂടുന്നില്ല. നമുക്ക് ഒരു കാര്യം അബദ്ധമായി പോയല്ലോ, സുബോധവാനായതിനു ശേഷം വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം ഒരു അബദ്ധത്തിൽ ചെന്ന് കലാശിക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് രോഷാകുലരാകുന്നതിന് പകരം ഇത് ശരിയാവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുഞ്ഞു ചിരി ഉണ്ടല്ലോ, ഇതൊരു ധൈര്യം കൊടുക്കലും കൂടിയാണ്. ഇതൊരു വലിയ ധൈര്യമാണ് വീട്ടിലുള്ളവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും രണ്ട് കാരണം, ഒന്നാ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ആ ഒരു ചിരിയാണ്. ചിരിക്ക് അങ്ങനെ ഒരു വലിയ കഴിവുണ്ട്, അകലം ചുരുക്കാൻ പറ്റും. പിന്നെ മുമ്പാണെങ്കിൽ മൂക്കിന്റെ തുമ്പത്ത് കോപമായിട്ട് നടന്ന ആൾക്കാരാണ്, അങ്ങനെയാണല്ലോ പറയുന്നത്. എനിക്കറിയില്ല അത് എന്തിന്റെ അടിസ്ഥാനത്തിലാ ഈ മൂക്കിന്റെ അറ്റത്ത് കോപം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാന്ന് എനിക്ക് എൻ്റെ യുക്തിക്ക് നിരക്കാത്തൊരു കാര്യമാണ്. എന്നാലും അതൊരു പറച്ചിലാണല്ലോ. മൂക്കിന്റെ തുമ്പത്താണ് അവന് ദേഷ്യം എന്ന് പറയും. ഇതിനെ പറ്റിയൊക്കെ അങ്ങനെ എപ്പോഴും വീട്ടുകാർ പറയുന്നൊരു കാര്യമാണ്. പക്ഷെ ഈ മൂക്കിന്റെ തൊട്ട് താഴെയാണുള്ളൊരു സന്തോഷത്തിന്റെ ഒരു രേഖയാണ് ചിരി എന്ന് പറയുന്നത്. അതായത് ഇത്രയും ആലോചിച്ചാൽ മതി, ഇതൊരു സൗജന്യ ചികിത്സയാണ് ഈ മന്ദഹാസം എന്ന് പറയുന്നത്. ഈ ചിരിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സുബോധത്തിന്റെ ഒരു സൂചകമാണത്. അത് ഒരേ സമയത്ത് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു തെറാപ്പിയാണ്, ഒരു സൗജന്യമായി കിട്ടുന്ന ഒരു ചികിത്സയായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. പിന്നെ ഈ വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത് സുബോധാവസ്ഥ വരുന്ന സമയത്ത് പ്രകടനാത്മകത നമുക്ക് വീട്ടിനകത്ത് വളരെ കുറഞ്ഞ തോതിലെ ഒരു കാര്യവും പ്രകടിപ്പിക്കാറുള്ളൂ. ഞാനൊക്കെ ഭയങ്കര വീട്ടിനകത്ത് സീരിയസ് മനുഷ്യൻ, അങ്ങനെയുള്ളൊരു ഇമേജ് ആയിരുന്നു. വീട്ടിനകത്ത് മാത്രമല്ല പുറത്തും ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാൾ, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ആയിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ഈ സ്നേഹം എന്നൊക്കെ പറയുന്ന കാര്യം. അതെനിക്ക് പ്രകടിപ്പിക്കാൻ ഒട്ടും അറിയാത്ത ഒരാളാണ്. അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗുലുമാലുകൾ ചില്ലറയൊന്നുമല്ല വീട്ടിനകത്ത്.
ഞാൻ ആ എൻ്റെ നാവിനകത്ത് പൊന്തി വന്നിട്ടില്ല ഇന്നേ വരെ. അത് ശരിയാണ്, പ്രണയിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ പറഞ്ഞ ആ ഒരു കാര്യം വിവാഹിതനായതിനു ശേഷം എനിക്ക് പറയാനൊക്കാത്തൊരു കാര്യം, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എത്ര ഭംഗിയുള്ളൊരു സെന്റൻസ് ആണത്. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഇത് ഞാൻ കല്യാണത്തിന് ശേഷമൊന്നും അവളോടൊന്നും ഇതൊന്നും പറയുന്ന അയ്യോ മോശമല്ലേ അങ്ങനെ. കാരണം അതൊക്കെ ഈ പ്രേമിച്ചൊക്കെ നടക്കുന്ന സമയത്ത് പറയാൻ കൊള്ളാം. അല്ല, ഒരു മദ്യാസക്തൻ സുബോധവാനായി കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിനകത്ത് അവൻ്റെ കെട്ടിയോൾ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് നിത്യസ്നേഹം തന്നെ കൊണ്ട നടന്നാൽ എന്തൊരു ഭംഗിയുള്ള അവസ്ഥയാണെന്നറിയാം. അവിടെ ഇടയ്ക്കൊക്കെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാടി എന്നൊക്കെ പറയുന്നത് ഒരു ചമ്മലും ഇല്ല അതിൽ. കാരണം അതൊരു വാസ്തവല്ലേ, അതൊരു വാസ്തവല്ലേ. നമ്മൾ ഏതൊരു പ്രാർത്ഥനയിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നെ ഞാൻ ദൈവത്തിങ്കലും നിന്നിലും ഏൽപ്പിക്കുന്നു. ഭാര്യമാരോട് പറയുന്ന ഒരു പ്രാർത്ഥനാ രൂപത്തിലുള്ള ഒരു സാധനമാണ്. എന്നെ ഞാൻ ദൈവത്തിങ്കലും നിന്നിലും ഏൽപ്പിക്കുന്നു. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയ വലിയ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. ഒരു പരിധി വരെ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. പിന്നെ മക്കളുടെ ഒരു ഭംഗിയെ പറ്റിയിട്ട് അത് പറഞ്ഞാലും തീരാത്തൊരു കാര്യമാണ്. കാര്യം ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ആൾക്കാർ, നമ്മളെ മദ്യപാനം കൊണ്ട് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ആൾക്കാർ നമ്മളെ മക്കളായിരിക്കും. കെട്ടികളെക്കാളും കൂടുതൽ അവർക്കായിരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടാവുക. അതായത് ഒരു പഠനം വ്യക്തമാക്കുന്നുണ്ട്, മദ്യാസക്തന്റെ മക്കളും അനാഥരായിട്ടുള്ള കുട്ടികളും ഒരേ സ്വഭാവ രീതിക്കാരാണ്. അങ്ങനെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടുണ്ട്. അത് എന്നോടൊരാൾ പറഞ്ഞപ്പോൾ എനിക്കത് ആകെ കൂടെ വിഷമം കയറി അത് കേട്ടിട്ട്. കാരണം എൻ്റെ കുട്ടി ഒരു അനാഥ കുട്ടിയെ പോലെയാണ് വളർന്നത് എന്ന് പറയുന്ന സമയത്ത് എവിടം എത്തി എൻ്റെ കുടീൻ്റെ അറ്റം. അപ്പം അതുകൊണ്ട് തന്നെ സുബോധവാനായതിനു ശേഷം അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക. അവരോട് നമ്മൾ കഴിയാവുന്നതും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറും. കാരണം മുമ്പൊന്നും പറ്റിയിട്ടില്ലല്ലോ അത്. ഇത് നമുക്കും കിട്ടാത്തൊരു കാര്യമാണ്. ഒരു അച്ഛൻ ഒരു കുട്ടിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊരു നമുക്കൊന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ 14 വയസ്സിന് ശേഷമാണ് എൻ്റെ കുട്ടിയോട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ചാൻസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ വേറൊരു കാര്യവും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇത് എക്സ്ട്രീംസിലേക്ക് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്, ഇത് അമിതമാകാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ ഈ കൊച്ചിനെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് ഒരു കുറ്റബോധം എന്നുള്ള കണക്കിലേക്ക് ചിലപ്പോൾ മാറി വരും. ഒരു ഗിൽറ്റ് അടിക്കുക എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ അമിതമാക്കും. ഏത് സ്നേഹം അങ്ങോട്ട് വാരി കോരി കൊടുക്കാൻ തുടങ്ങും. ഇതും ഡേഞ്ചറാണ്. കാരണം ഉദാഹരണം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു ഫോൺ എങ്ങാനും കൊച്ചിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഐഫോണൊക്കെ വാങ്ങിക്കൊടുക്കും, 1,00,000 രൂപയുടെ ഫോണൊക്കെ വാങ്ങിക്കൊടുക്കും. അത് നമ്മൾ ഈ കുറ്റബോധത്തിന്റെ പുറത്തുനിന്ന് അന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല, എന്നാൽ ഇന്നങ്ങ് തീർത്തേക്കാം. അത് എന്താ ഇത് പലിശ അടക്കം അങ്ങ് തീർത്തേക്കാന്നുള്ളത്. സ്കൂട്ടർ ചോദിച്ചാൽ ബുള്ളറ്റൊക്കെ വാങ്ങിക്കൊടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ ഏലുള്ള ആൾക്കാർ തന്നെ ഇപ്പൊ വന്ന് ഇങ്ങനെ വീറ് പറയുന്ന ചെക്കനൊരു വണ്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചായി വയ്യാലാണ് നടക്കും. ഞാനൊരു ബുള്ളറ്റ് വാങ്ങി അങ്ങ് കൊടുത്തു, അവൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നൊക്കെയാ പറയുക. ഇത് അനാവശ്യം, ഈ ധാരാളിത്തം ഇത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ കുഴപ്പം പിടിച്ചൊരു കേസാണ് അത്. കാരണം അവരെ നമ്മൾ വഴക്ക് പറയേണ്ടടുത്ത് പറഞ്ഞിരിക്കണം. അല്ലാതെ പണ്ട് ഞാൻ കുടിച്ച് നടന്നുകൊണ്ടാണല്ലോ ആ കൊച്ചിങ്ങനെ തലതിരിഞ്ഞു പോയത് എന്നോർത്തിട്ട് കയ്യും കെട്ടി മാറി നിൽക്കലല്ല അച്ഛൻ, അതല്ല പിതാവ്. വഴക്ക് പറയേണ്ടടുത്ത് പറഞ്ഞിരിക്കണം. തെറ്റ് ചെയ്താൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ മനസ്സിനകത്ത് അയ്യോ എനിക്കതിന് വല്ല അവകാശമുണ്ടോ, ഞാനല്ലേ തെറ്റുകാരൻ. അല്ല, അങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയാൽ എക്കാലത്തും നമ്മൾ തന്നെ തെറ്റുകാരാണെന്ന് പറഞ്ഞ് കുട്ടികളെ തലതെറിഞ്ഞ വഴിക്ക് പോകും. ഇപ്പോഴും നമ്മൾ സുബോധവാന്മാരാണ്. ഇപ്പം നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഈ മക്കളെ നല്ല നിലയിൽ വളർത്തുക എന്നുള്ളത്. അപ്പോൾ അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അവിടെ ഒരു കുറ്റബോധവും തോന്നേണ്ട ആവശ്യമില്ല. ഗിൽറ്റ് അടിക്കുകയേ വേണ്ട. അവിടെ പറയേണ്ടത് പറഞ്ഞിരിക്കണം. ഇനിയെങ്കിലും നമുക്കൊക്കെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കാം. ഇനിയെങ്കിലും നമുക്കൊക്കെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കാം. അപ്പോഴും അവിടെയൊക്കെ ചോദ്യങ്ങൾ വരും, എന്താണ് ഈ അച്ഛൻ്റെ സ്ഥാനം, എന്താണ് ഈ ഭർത്താവിൻ്റെ സ്ഥാനം എന്നൊക്കെ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം.
എല്ലാ വീടുകളിലും ഒരു മദ്യാസക്തന്റെ വീട്ടിൽ പ്രത്യേകിച്ചും ഈ കലഹങ്ങൾ നിത്യസംഭവമാണ്. അടുത്ത വീട്ടുകാർക്കൊക്കെ ഭയങ്കര തമാശയാണ്. അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ശീലെന്ന്. അവർക്ക് നല്ല എൻ്റർടൈൻമെൻറ്റാണ്. ഒരു കുടിയൻ്റെ വീട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ എന്നും കേൾക്കാം ഈ കലഹം. കാര്യം, കുടി നിർത്തിയതിന് ശേഷം, നമ്മൾ സുബോധവാനായതിന് ശേഷവും ഈ കലഹങ്ങളൊക്കെ ഉണ്ടായിന്നിരിക്കും. കാരണം കുടുംബമാണ്, ചട്ടിയാൻ കലമാണ്, തട്ടിയും മുട്ടിയിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം അങ്ങോട്ട് ഇതായി പോകുന്നില്ല. നമ്മൾ പറയുന്നത് നമ്മളാരും പുണ്യാളന്മാരൊന്നും അല്ല എന്നൊക്കെ നമ്മൾ ബിഗ് ബുക്കിലൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ആന്നേ, അല്ലാതെ അത് പയ്യെ 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 ഉണ്ടായി വരുന്ന സാധനമാണ്. പക്ഷെ എങ്കിലും ഇത് കുറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും, അല്ലേ? ഈ കലഹം എന്ന് പറയുന്ന കാര്യം, കാരണം ഇതൊരു ഇച്ചീച്ചിയാണ്, ഇതൊരു ആവശ്യമില്ലാത്ത സാധനമാണ് കുടുംബത്തിനകത്ത് ഈ കലഹം. ഇതുകൊണ്ട് ഒന്നും നേടാനില്ല എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഒരു കലഹം കൊണ്ട് ഒരു കാര്യവും നേടാനില്ല. ഇത് ഈ തർക്കം പോലെ ഒരു കാര്യമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ടി വിയിലെ ചർച്ചകൾ? അതിനകത്ത് ആ ചർച്ച 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ ചർച്ച ചെയ്തിട്ട് എവിടെ എത്തത്തില്ല. അത് ഒരു ഗുണവും കിട്ടാനില്ല ആർക്കും. ചുമ്മാ കിടന്ന് വാചകം അടിക്കുക. കലഹവും ഏകദേശം അതുപോലൊരു കാര്യമാണ്. ഇതുകൊണ്ട് ഒന്നും നേടിയെടുക്കാനില്ല. അവനവൻ്റെ ഈഗോ വർക്ക് ചെയ്യുന്നു. അതിന് ഞാനാണോ വലുത്, നീയാണോ വലുത് എന്നുള്ള ആ മത്സര ബുദ്ധിയോടുകൂടി 2 വ്യക്തികൾ തമ്മിൽ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നു. അവസാനം ചിലപ്പോൾ അടിയിൽ കലാശിക്കും, തെറിവിളി, തന്തയ്ക്ക് വിളി, ഇതെല്ലാം സംഭവിക്കും. അപ്പം ഇതിനകത്തില്ല, കെട്ടികളുമാരൊന്നും ഇല്ലാത്തൊരു ഗ്രൂപ്പ് ആണെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുടി നിർത്തിയവരല്ല കേട്ടോ. നമ്മൾ കുടി ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചവർ മാത്രമാണ്. നമ്മൾ നന്നായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നന്നായിട്ടൊന്നുമില്ല. നമ്മൾ നന്നാവാനായിട്ടുള്ള ശ്രമം തുടങ്ങിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ കുടുംബത്തിലെത്താനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇതിന് ഒരുപാട് സപ്പോർട്ട് നമുക്ക് വേണം. ഇതിന് ഒരുപാട് സ്നേഹവും നമുക്ക് കിട്ടണം. അപ്പോൾ ഇതെല്ലാം ലഭ്യമാകുന്ന തരത്തിലേക്ക് നമ്മളെ കുടുംബത്തെ നമ്മൾ ആക്കി കൊണ്ടുവരണം. അതാണ് സുബോധവാന്റെ ഒരു വലിയൊരു ഉത്തരവാദിത്തം. നമ്മുടെ കുടുംബം നമ്മൾ മെനഞ്ഞുണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് എൻ്റെ സുബോധം നീണ്ടുപോകാനായിട്ട് എൻ്റെ കയ്യിലിരിപ്പ് ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി അല്പം സമയം വേണം, കുറച്ച് സപ്പോർട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വേണം, പിന്നെ എല്ലാം ഉപരിയായിട്ട് നല്ല സ്നേഹവും കിട്ടണം. നമ്മളിതെല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് അവരറിഞ്ഞോട്ടെ, ഒരു ചമ്മലും വേണ്ട. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞോട്ടെ കുടുംബം. അത് അറിയുമ്പോൾ ഒന്നും നമ്മളോടൊക്കെയുള്ള ആ മതിപ്പും ഇഷ്ടവും എല്ലാം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ഉറപ്പുള്ള കാര്യം അത്. അപ്പം ഈ വക കൊച്ചു കൊച്ചു കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ സുബോധ ജീവിതം നമ്മുടെ വീട്ടിനകത്ത് അതിമനോഹരമായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അത്രയേ ഉള്ളൂ. ഇത് കുഞ്ഞി മാറ്റങ്ങളല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു കട്ടിയുള്ള ഒരു കാര്യം പോലും ഇല്ല ഈ പറഞ്ഞതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഹാപ്പി നോട്ടിൽ ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും സുബോധത്തിൻ്റെ അടിപൊളി ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബൈജു ചേട്ടാ.